ശ്രീമദ് ഭാഗവതം ക്ലാസ് 515 സ്കന്ധം 11 23-ാമത്തെ അധ്യായമായിട്ട് ഭിക്ഷുഗീതമാണ്. കഴിഞ്ഞ ഉദ്ധവർ ചോദിച്ചത്, ദുഷ്ടന്മാരെല്ലാം നല്ല ആൾക്കാരെ കണ്ടമാനം പീഡിപ്പിക്കും. അങ്ങനെ പല തരത്തിൽ പീഡിപ്പിക്കും, നാടുകടത്ത് പോലും ചെയ്യും, എന്തെല്ലാമോ. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുക്തിദായകനായ ഭഗവാനല്ലേ മുക്തി ഉപദേശിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്നല്ല രക്ഷ നേടാനുള്ള വഴി. ഭക്തനായ ഉദ്ധവരോട് ഇപ്രകാരം ചോദിച്ചപ്പോൾ ഉത്തരം പറയുകയാണ്. 2 മുതൽ 2 ശ്രീ ഭഗവാൻ പറയുകയാണ്, ദുഷ്ടന്മാരുടെ ദുർവചനങ്ങളിൽ ശോഭിച്ച മനസ്സിനെ സമാധാനം ചെയ്യുവാൻ. അപ്പം ദുഷ്ടന്മാർ നമ്മുടെ മനസ്സിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ സമാധാനം ചെയ്യുവാനുള്ള ശക്തി ആർക്കേ ഉള്ളൂ? ഒരാൾ സന്യാസിയായി ഭിക്ഷുവായതുകൊണ്ടൊന്നും, എത്ര വലിയ ഭിക്ഷുവായാണെങ്കിലും അയാൾ അതിന് ശക്തനല്ല. അതിനെ മറക്കടക്കുവാൻ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കുക. അല്ലാതെ ഒരാൾ സന്യാസി ആയതുകൊണ്ട് എന്തേ വഴിയുള്ളൂ? അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ഭഗവാനാണ്. ഭഗവാനിൽ ആശ്രയിച്ചാൽ ഇതൊന്നും മേശില്ല. അല്ല, സ്വയം അങ്ങ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു സന്യാസി സ്വയം അങ്ങ് കരുത്ത് നേടിക്കളയാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. 3 പറയുകയാണ്, അസത്തുക്കളുടെ പരുഷമായ വാക്കുകൾ, ബാണങ്ങൾ മർമ്മസ്ഥാനങ്ങളിൽ പ്രഹരിക്കുമ്പോൾ ഭഗവാനിൽ അർപ്പിച്ച മനസ്സുമായി ഇരിക്കുന്ന പുരുഷൻ ദുഃഖിക്കുന്നില്ല. അവൻ മാത്രമേ ദുഃഖിക്കാതിരിക്കുന്നുള്ളൂ. അവൻ്റെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിനെ 100% നിയന്ത്രിച്ചിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ദുഃഖമുണ്ടാകില്ല. അപ്പം മനസ്സിനെ കീഴടക്കണം. മനസ്സിനെ കീഴടക്കാനുള്ള വഴി എന്താണ്? ഈശ്വരനിൽ മനസ്സിനെ അർപ്പിക്കുക. ഇനി 4-5. ഈ ലോകത്തിൽ ദുഷ്ടന്മാരാൽ അപമാനിക്കപ്പെട്ട, അത് അപമാനിക്കപ്പെട്ടപ്പോൾ അത് തൻ്റെ പൂർവിക കർമ്മഫലമാണെന്ന് ചിന്തിച്ച് ധീരതയോടെ ഒരു സന്യാസിയുമായി ബന്ധപ്പെട്ട ഒരു ഇതിഹാസ കഥ പൂർവികർ പറഞ്ഞത് ഞാനിവിടെ പറയും. അയാളത് ചിന്തിച്ചത് എൻ്റെ പൂർവകർമ്മഫലമാണ് എന്ന് ചിന്തിച്ച ഒരു സന്യാസിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഇവിടെ പറയാം. അപ്പോൾ ഒരു കഥയിലൂടെയാണിത് പറഞ്ഞു തരാൻ പോകുന്നത്. 6 അവന്തി എന്ന ദേശത്ത് കൃഷിയും മറ്റും നടത്തി ഉപജീവനം കഴിച്ച ഒരു ധനാഢ്യൻ. അക്കാലത്ത് കൃഷി എന്ന് പറഞ്ഞാൽ വലിയൊരു ജന്മി, ധനാഢ്യനാണ്. കൃഷിയെല്ലാം നടത്തിയിട്ട് കണ്ടമാനം പണം സമ്പാദിച്ചിട്ട് അയാൾ ധനാഢ്യനായി. പക്ഷേ ശ്രീലംബടനായിരുന്നു, ധനമോഹിയായിരുന്നു. ധർമ്മം, ഭാര്യ, മക്കൾ, ദേവതകൾ, സേവകർ എന്നിവരെ ഉപദ്രവിക്കുന്നതുമായ ഒരു ബ്രാഹ്മണനായിരുന്നു അയാൾ. കുറേ പണമുണ്ട് കൃഷിയെല്ലാം ചെയ്തിട്ട്. പക്ഷേ ധനാഢ്യനാണ്, ശ്രീലംബടനാണ്, പക്ഷേ ധനമോഹിയാണ്. ധർമ്മമെല്ലാം ത്യജിച്ചിട്ട് ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കും. ഭാര്യ, മക്കൾ ഇവരെയെല്ലാം ഉപദ്രവിക്കും. പക്ഷെ അയാൾക്ക് പണമേ വേണ്ടു. അങ്ങനെ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. 7 അവൻ അതിഥികളെ, ജ്ഞാനികളെയെല്ലാം വാക്കുകൊണ്ട് പോലും ആദരിച്ചിരുന്നില്ല. അവൻ്റെ സ്വഭാവം ആരെയും വരുന്നവരെയൊന്നും ആദരിക്കുന്നില്ല. എത്ര ജ്ഞാനമുള്ളവനായാലും അങ്ങേരെ ആദരിക്കില്ല.
ധർമ്മകർമ്മങ്ങളൊന്നും ചെയ്യില്ല. ആ ഗൃഹത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹത്തെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ അയാൾ താമസിക്കുകയായിരുന്നു. തൻ്റെ ഗൃഹത്തിൽ വലിയ പണമുള്ളവനാണ്, പക്ഷേ ആ ഗൃഹത്തിൽ അവൻ എങ്ങനെയാണ് താമസിക്കുന്നത്? തൻ്റെ ആഗ്രഹം പോലും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. ശരീരത്തിൻ്റെ ആഗ്രഹത്തെ പോലെ അവന് എത്ര കിട്ടിയാലും മതി വരുന്നില്ല എന്നർത്ഥം, ഇത്രയും ധനമുണ്ടായിട്ട്. ഇനി 8, ദുശീലരായ മനുഷ്യർ ധനം നൽകാതെ, ആർക്കും ധനമൊന്നും കൊടുക്കില്ല. ദുശീലരായ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇദ്ദേഹത്തെ പോലെ ഒരു ആളുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ മനുഷ്യൻ്റെ നേരെ എന്ത് സംഭവിക്കും? പുത്രന്മാരും ബന്ധുക്കളും ഭാര്യയും പുത്രിയും വേലക്കാരും എല്ലാം അദ്ദേഹത്തിനോട് ഒരു പ്രേമവുമില്ലാതെ, അവർക്കൊന്നും അദ്ദേഹത്തോട് എന്തുണ്ടാവില്ല? ഒരു പ്രിയവും ഉണ്ടാകില്ല. അതായത് വീട്ടുകാർക്ക് പോലും ഒന്നും കൊടുക്കാതെ പണത്തെപ്പറ്റി ചിന്തിക്കുന്ന, ചെലവാക്കാതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും അയാളോടൊരു സ്നേഹവും ഇല്ലാതായിട്ട് മാറും. അതുമാത്രമല്ല, അവർ അദ്ദേഹത്തെ ദ്രോഹിക്കുക പോലും ചെയ്തെന്ന് വരാം. ഇനി 9, 10 ഇങ്ങനെ യക്ഷൻ്റേതുപോലെ, യക്ഷന്മാര് ഇപ്പം നമ്മൾ സർപ്പം കാക്കുന്ന നിധി എന്ന് പറഞ്ഞതുപോലെ യക്ഷന്മാരെന്ന് പറഞ്ഞാണ് ഇവിടെ പറയുന്നത്. യക്ഷൻ്റേതുപോലെ എന്ത് ചെയ്യാണ്? കാത്തു സൂക്ഷിച്ച ധനത്തോടു കൂടിയ അവൻ, അതായത് നിധി കാക്കുന്ന സർപ്പം പോലെ, അത് ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെ കൂട്ടി വെക്കുക. അവൻ ധനം സൂക്ഷിച്ചു വെച്ച അവൻ്റെ അവസ്ഥ എന്താണ്? ഇഹലോകത്തിൽ അവനെന്ത് കിട്ടുന്നില്ല? സുഖം കിട്ടില്ല. ഈ ലോകത്തിൽ പണം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? സുഖം കിട്ടില്ല. വേണ്ടപ്പെട്ടവരെല്ലാം ശത്രുതയായി തീരും. പണം കൂടിയിട്ട് കെട്ടി വെച്ചിട്ട് എന്താ കാര്യം? വീട്ടുകാർ പോലും ശത്രുതയായി തീരും. അപ്പം ഇഹലോകത്തിൽ അവൻ എന്തായിരിക്കും? ദുഃഖമായിരിക്കും. പരലോകത്തിലോ എന്തൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്താലല്ലേ പരലോകത്തിലെങ്കും സുഖം കിട്ടുകയുള്ളൂ. പരലോകത്തിലും അവനെന്തില്ല? സുഖം കിട്ടാൻ പോകുന്നില്ല. പരലോകത്തിലും സുഖം കിട്ടേണ്ടിക്ക് എന്ത് വേണം? എന്തെങ്കിലും ധർമ്മങ്ങൾ ചെയ്യണം, എങ്കിലല്ലേ പരലോകത്തിൽ ഗുണം കിട്ടുള്ളൂ. ഇവനെന്ത് ധർമ്മം ചെയ്ത? ഒരു ചുക്കും ചെയ്യുന്നില്ല. അപ്പം ഇഹലോകത്തിൽ സുഖം കിട്ടില്ല, പരലോകത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ 2 ലോകത്തിൽ നിന്നും 2 ലോകത്തിലുള്ളവരും അവൻ്റെ നേരെ എന്തായിരിക്കും? ദുഷ്ടനായിട്ട് അവനെ കാണുക. അതുകൊണ്ട് ആ പിതൃദേവതകളെല്ലാം അവനെതിരായിട്ട് തീരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവന് കൃഷിയിലൂടെ നേടിയ ധനം പോലും നഷ്ടപ്പെട്ടു പോയി. അപ്പം അവൻ്റെ ഇഹലോകത്തിലും അവന് ഗുണമില്ല, പരലോകത്തിലും ഗുണമില്ല. അവിടെയുള്ള എല്ലാ ദേവതകളും അവനെതിരായി തീർന്നു. അവരെല്ലാം കൂടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ള ധനമെല്ലാം നഷ്ടപ്പെടുന്നു. എങ്ങനെയെല്ലാം പോയ? ബ്രാഹ്മണൻ്റെ 11 ബ്രാഹ്മണൻ്റെ ധനത്തെ ചില ജ്ഞാനികൾ അപഹരിച്ചു. ബുദ്ധിമാന്മാർ, എല്ലാവർക്കും ശത്രുവായ ബുദ്ധിയുള്ളവരെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ്റെ കച്ചവടത്തിനെല്ലാം തടസ്സം സൃഷ്ടിച്ചിരിക്കാം. ചിലരെന്ത് ചെയ്തു? കള്ളന്മാർ കള്ളം കട്ടുകൊണ്ടുപോയിരിക്കാം. ചിലപ്പോൾ ഗൃഹത്തിന് തീപിടിച്ചു. അവൻ്റെ ദുഷ്ട സ്വഭാവം കൊണ്ട് വീട്ടിന് തീപിടിച്ചിട്ട് കുറേ പോയി. കുറേ അവൻ ഭൂമിയിൽ കുഴിച്ചിട്ടിരുന്നു. കുറേ കാലം കുഴിച്ചിട്ട് കൊണ്ട് അടവെച്ചിട്ട് ചിതലരിച്ചു പോയായിരിക്കും. കുഴിച്ചിട്ടിട്ട് നശിച്ചു പോയി. പിന്നെയോ കാലാവസ്ഥ കൊണ്ട് കുറേ പോയി. മനുഷ്യർ കുറേ അടിച്ചെടുത്ത് കൊണ്ടുപോയി. രാജാക്കന്മാരും ഏതെല്ലോ നിലയിൽ അടിച്ചെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ 12 പരലോകത്തിനാവശ്യമായ ധർമ്മവും
പരലോകത്തിൽ വേണ്ട എന്താണ്? ധനം കൊണ്ടിട്ട് അവിടെ പോകാൻ പറ്റൂലല്ലോ. ധർമ്മവും ഇഹലോകത്തിന് ആവശ്യവുമില്ലാത്ത സുഖവുമില്ലാതെ അവൻ്റെ ബന്ധുക്കൾ എന്ത് ചെയ്തു? അവനെ ഉപദേശിച്ചു. ഇങ്ങനെയുള്ളവൻ്റെ പരം ബന്ധുക്കൾ നിൽക്കില്ലല്ലോ. ബന്ധുക്കളാൽ ഉപേക്ഷിച്ചവനായി അന്തമില്ലാത്ത ചിന്തയിൽ അവന് അകപ്പെട്ടു. അപ്പോഴാണ് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ബന്ധുക്കൾ വല്ലൊറ്ററിഞ്ഞു പോയി, ഇഹലോകത്തിലും സുഖമില്ല, പരലോകത്തിലും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാം അവൻ്റെ പണവും നഷ്ടപ്പെട്ടും പോയി. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്. 13 സമ്പത്ത് നശിച്ച് ദുഃഖിതനായി കണ്ണില് കണ്ണുനീരെല്ലാം വന്നു. അവൻ ദീർഘമായ ആലോചനയിൽ അകപ്പെട്ടു. ഗദ്ഗദ ചിത്തനായിട്ട് അവൻ ദീർഘമായ ചിന്തയിൽ അകപ്പെട്ടു. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളത്. ഇനി 14 അദ്ദേഹം പറഞ്ഞു, അയ്യോ കഷ്ടം, എൻ്റെ ദേഹത്തെ ഞാൻ വൃഥാ പീഡിപ്പിച്ചു. എങ്ങനെയാണ് ദേഹത്തെ പീഡിപ്പിച്ചത്? പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ഠമാനം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദേഹത്തെ പീഡിപ്പിച്ചു. പണത്തിനായുള്ള ഓട്ടം ധർമ്മത്തിൽ നിന്നും അകറ്റി. അങ്ങനെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അധ്വാനിച്ചിട്ട് പണം നേടാൻ വേണ്ടിയിട്ട് ഓടിയതിൽ എന്താണ് ഫലം സംഭവിച്ചത്? ധർമ്മത്തിൽ നിന്നും അകറ്റി. ധർമ്മമാർഗത്തിൽ പണം ഉണ്ടാക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. നമ്മൾ നീതിമാനായിട്ട് കച്ചവടം നടങ്ങിയാൽ എവിടെയും എത്തുമോ? എനിക്കറിയാം, ചില ചായക്കടക്കാരുണ്ട്. എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിലൊരു 3 സ്ഥലത്ത് നല്ല ചായ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ പൈസ തന്നെ, ചായക്ക് 10 രൂപ, കടിക്കാതെല്ലാണെങ്കിലും വളരെ ടേസ്റ്റാണ് അവിടുത്തെ പലഹാരങ്ങളെല്ലാം. ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ തൃപ്തി, ആളും കണ്ടമാനമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള 2-3 കട എൻ്റെ അറിവിലുണ്ട്. പക്ഷേ 4-5 മാസത്തിൽ കൂടുതൽ അവർ പോയിട്ടില്ല, പൂട്ടിക്കെട്ടി പോയി. എന്തുകൊണ്ടായിരിക്കാം? അത് തന്നെ കാര്യം. അതുകൊണ്ട് പണത്തിനായുള്ള ഓട്ടം ധർമ്മത്തിൽ നിന്നും അകറ്റി. ധർമ്മിഷ്ഠർക്ക് ജീവിക്കാൻ പറ്റില്ല. അതേമാതിരി എല്ലാം സത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലവരെല്ലാം അങ്ങനെ ചെയ്യും. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ അവനും ഒന്നിക്ക് വഴി പിടിച്ച് പഴയ രീതിയിലെത്തണം. എല്ലാവരും ചെയ്യുന്ന മാതിരി പോകണം, അല്ലെങ്കിൽ അവൻ്റെ കച്ചവടം പൂട്ടും, അവന് സുഖവും ലഭിച്ചില്ല. ഇനി 15 പറയുകയാണ്, ദാനം നൽകാത്തവരുടെ ധനം ഒരിക്കലും സുഖത്തിനായി ഭവിക്കില്ല. ദാനം നൽകുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തൃപ്തിപ്പെട്ട തരത്തിൽ. ഇപ്പം നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവൻ ദാനമാണ് ചെയ്യുന്നത്. ലാഭം ചിന്തിക്കാതെ അവൻ്റെ ബുദ്ധി മനസ്സും എല്ലാം പ്രവർത്തിച്ചിട്ട് അവന് വേണ്ട നിലയിൽ കണ്ട മാത്രം എടുക്കുന്നു. മറ്റതെല്ലാം ജനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവൻ ചെയ്യുകയാണ്. അതാണ് ദാനം. നല്ല ഭക്ഷണം കൊടുക്കുക, ന്യായമായ വിലക്ക് കൊടുത്താൽ തന്നെ അത് വലിയൊരു ദാനമാണ്, കലർപ്പൊന്നുമില്ലാതെ. അപ്പം ദാനം നൽകാത്തവരുടെ ധനം ഒരിക്കലും സുഖത്തിനായി ഭവിക്കില്ല. ഇവർക്ക് ഈ ലോകത്തിലും ക്ലേശത്തിനത് കാരണമായി തീരും. ശരീരം ക്ലേശിക്കും. മരണശേഷം എത്താൻ പോകുന്നത് നരകതുല്യമായ സ്ഥലത്തും ആയിരിക്കും. ഇനി 16 കുഷ്ഠം ശരീരത്തെ വികൃതമാക്കുന്നത് പോലെ, കുഷ്ഠം വന്നാൽ ശരീരം വികൃതമാകും. അതുപോലെ ചെറിയ ലോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രസിദ്ധി നേടിയ ആൾക്കാരുടെ കീർത്തിയെയും അത് സദ്ഗുണവാന്മാരുടെ ഗുണത്തെയും നശിപ്പിക്കും. നല്ല സ്വഭാവമുള്ള കീർത്തി നേടിയ വ്യക്തികൾക്കും ലോഭത്തിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ ലോഭം അവന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഈ കീർത്തി മുഴുവൻ നശിക്കും.
മനുഷ്യര് ധനം നേടാനും ധനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റും? നേടിയതിനെ പിന്നെ വർദ്ധിപ്പിക്കണം. ഇന്നൊരു 10 ഉറുപ്പ്യ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 10 ഉറുപ്പ്യ ഇട്ടിട്ട് നാളെ അത് 20 മാറ്റണം. അങ്ങനെ വർദ്ധിപ്പിക്കും. പിന്നെ നേടിയത് വർദ്ധിപ്പിക്കാനും അങ്ങനെ വർദ്ധിച്ചു വരുമ്പം പിന്നെ സംഭരിച്ചു വെക്കാനുമുള്ള പ്രശ്നം. എവിടെയെങ്കിലും ശേഖരിച്ചു വെക്കണം, ഇത് സൂക്ഷിക്കണമല്ലോ, സൂക്ഷിക്കാനുള്ള പ്രശ്നം. ഇതിനെല്ലാം കൊണ്ട് എന്തുണ്ടാകും? ശരീരത്തിന് ക്ലേശം സംഭവിക്കും. കാരണം പിന്നെ കഷ്ടപ്പാട് ദുരിതമെല്ലാം, ശരീരക്ലേശം, ഭയമുണ്ടാകും. ഇനി ഇതെല്ലാം ആരെങ്കിലും അടിച്ചു കൊണ്ടുപോയി കളയോ, അല്ലെങ്കിൽ നാളെ കച്ചവടത്തിൽ നഷ്ടം പറ്റുമോ, പിന്നെ ഭയമായിരിക്കും എപ്പോഴും. ഈ സംഭരിച്ച് വെച്ചത് പോയി പോകുമോ എന്നുള്ള പേടി, ചിലവാക്കിയാൽ കുറയുമോ എന്ന ഭയം വരും. പിന്നെ ചിലവാക്കാനും തോന്നില്ല. ചിലവാക്കിപ്പോയാൽ ഇതെല്ലാം പോയി പോകും. ഇപ്പം സംഭരിക്കാൻ താല്പര്യം വരുമ്പോൾ ചിലവാക്കാൻ ഭയം വരും. ഇതെല്ലാം ഭ്രമമാണ് എന്ന് പറയുകയാണ്. ഇങ്ങനത്തെ ഭ്രമത്തിൽ അവൻ അകപ്പെടും. ഈ പണം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നവർക്ക് ഭ്രമത്തിൽ അകപ്പെടും. ഇത്തരം അയ്യോ ചിലവാക്കുമ്പോൾ തന്നെ ലുബ്ധനായിരിക്കും. ഇതെവിടെ കൂട്ടി വെക്കും? ആ ഭയം ആരെങ്കിലും അടിച്ചെടുത്ത് കൊണ്ടുപോകുമോ? ഇതെല്ലാം ഒരുതരം ഭ്രമത്തിൽ അവൻ അകപ്പെടും. ഇതെല്ലാം ആര് ചിന്തിക്കുകയാണ്? ഈ ബ്രാഹ്മണൻ. ഇതെല്ലാം പോയപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. 18-19 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കളവ്, അന്യരെ ഹിംസിക്കുക, അന്യരുടെ സ്വത്തിൽ അപഹരിക്കുക, അത് അപഹരിക്കുവാനുള്ള ആഗ്രഹം, പിന്നെയോ അസഭ്യം പറയുക, അന്യരെ ചതിക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടുക, വാചകടിക്കുക, പല തട്ടിപ്പുകളും, അന്യരുടെ സ്വത്ത് അപഹരിക്കാനുള്ള ആഗ്രഹം. ഇതെല്ലാം കൂടുമ്പോൾ തന്നെ ക്രോധം വരും. പിന്നെയോ വലിയ ധനികനാണെന്ന ഗർവുണ്ടാകും, അവിവേകിയായി മാറും, താൻ അന്യൻ എന്ന ഭേദം മനസ്സിൽ വരും. പൈസ കുറേ കൂടുമ്പോൾ ഞാനെന്തോ ആണ്, മറ്റുള്ളവരെല്ലാം എന്തോ ആണ്, ഞാൻ എന്ന ചിന്തയിൽ അപ്പോഴാണ് കൂടുതൽ വരിക. വിശ്വാസമില്ലായ്മ, ആരോടും വിശ്വാസം ഉണ്ടാവില്ല. അപ്പം അടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള പേടിയായിരിക്കും. വിരോധം, അസൂയ, സ്ത്രീ, കള്ള്, ഇങ്ങനെ 15 തരം മനുഷ്യരുടെയും നരക കാരണമായിട്ട് തീരുന്ന അനർത്ഥങ്ങളാണ്. മനുഷ്യൻ്റെ അനർത്ഥങ്ങളായി തീരുന്നതാണ് ഈ പറഞ്ഞ 15 കാര്യങ്ങൾ. അതുകൊണ്ട് ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ഇവയെ ദൂരെ ഉപേക്ഷിക്കണം. കളവും, അന്യരെ ഹിംസിക്കുന്നതും, അന്യരുടെ സ്വത്തിനെ മോഹിക്കുന്നതും, പിന്നെയോ ചതിക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടുന്നതും, ഇതെല്ലാം ക്രോധവും എല്ലാം എന്തു വേണം? മനുഷ്യരെ ഉപേക്ഷിച്ചേ പറ്റും. ഇവൻ ചിന്തിക്കുന്നതാണ് ബ്രാഹ്മണൻ. 20 പ്രിയപ്പെട്ട ഭാര്യ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെല്ലാം ധനം മൂലം ശത്രുക്കളായി ഭവിച്ച് പിരിക്കപ്പെടുന്നു. ഈ പണത്തോടുള്ള ആർത്തി കൂടുമ്പോൾ വീട്ടിൽ പോലും ചെലവിടുമ്പോൾ പൈസ കുറഞ്ഞു പോയി. ഈ ചിന്തയെല്ലാം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഭാര്യയും മക്കളും എല്ലാവരും തന്നെ എന്താകും? ശത്രുക്കളായി മാറും. അവരെല്ലാം ഭവിച്ചിട്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ കാര്യം ഇവൻ ചിന്തിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഭാര്യയും ബന്ധുക്കളും എല്ലാം പോയത്. കാരണം ഒരു ചെറിയ വസ്തുവിനായി പോലും മനസ്സെന്താകും? ക്ഷോഭിച്ച്. പൈസ നഷ്ടപ്പെട്ടു പോലെന്ന് ചിന്ത വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ ഭാര്യ എപ്പോഴും ചായയായിരുന്നു. എന്നാൽ ഭർത്താവ് പാടുപെട്ട് വരുന്നതല്ലേ, ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു പലഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നീ എന്താ എന്നെ മുടിക്കാൻ നടക്കുന്നു എന്നുള്ള സംസാരം അവിടെ വരാൻ തുടങ്ങും. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം തുലക്കാനാണോ നീ ചിന്തിക്കുന്നതെന്നായിരിക്കും. പിന്നെ അവിടെ നിന്ന് തുടങ്ങും. സംഗതി എന്താണ്? നിസ്സാരമാണ്.
എപ്പോഴും ചായയായിരുന്നു വൈകുന്നേരം. ഇന്ന് അങ്ങേർക്ക് വോട്ട് കഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കിയതാണ്. അതിനാണ് പറയുക നീ എന്നെ വിളിക്കാൻ വരുന്നതാണോ എന്ന് പറയും. അതോടുകൂടി അതുകൊണ്ടാണ് പറഞ്ഞത്, കാരണം ഒരു ചെറിയ വസ്തുവിന് വേണ്ടി മനസ്സ് ശോഭിക്കും. ചെറിയൊരു കാര്യത്തിന് ശോഭിച്ച് ക്രോധത്താൽ പരസ്പരം പിന്നെ കലഹമായിരിക്കും. തമ്മിൽ തന്നെ ചിലപ്പോൾ തല്ലുകൂടിയെന്നും വരും. ഉടനെ വീട്ടിൽ നിന്നും അകറ്റപ്പെടുന്നു. വീട്ടുകാർ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, പെട്ടിയെടുത്തിട്ട് ഇറങ്ങിപ്പോയെന്നും വരും. കാര്യം നിസ്സാരമായിരിക്കും. ഇഷ്ടമായി പണമുള്ള പാർട്ടിയായിരിക്കും. പക്ഷെ ഒരു നിസ്സാര കാര്യത്തിന് ഭാര്യ മക്കളും എല്ലാം പെട്ടിയെടുത്തിട്ട് സ്ഥലം വിട്ടെന്നും വരും. 22 എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദേവന്മാർ പോലും കൊതിക്കുന്നതാണ് മനുഷ്യജന്മം. രാവണ സ്വയം ചിന്തിക്കുകയാണ്, എനിക്ക് മനുഷ്യരായ ജന്മമാണ് കിട്ടിയത്. ഇത് ദേവന്മാർക്ക് പോലും കിട്ടാതെയാണ്. ദേവന്മാരെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. സൂര്യൻ ദേവതയാണ്, ചന്ദ്രൻ ദേവതയാണ്, വായുദേവതയാണ്. ഈ ദേവതകളെല്ലാം നമ്മളെ മനസ്സിലൊരു ദേവതയുണ്ട്. കഥാപാത്രമായിട്ട് വരുന്ന സൂര്യ ഭഗവാൻ കുതിരപ്പുറത്തിങ്ങനെ, അത് കഥയിലാണ് ആ ദേവന്മാരുള്ളത്. യഥാർത്ഥത്തിൽ സൂര്യൻ തന്നെയാണ് നമ്മളെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഉദിക്കുന്നത്. സൂര്യനാകെ ആകാശത്തൂടെ ചൂടും കൊടുത്തിട്ട് നടക്കാനല്ലേ യോഗമുള്ളൂ. മോക്ഷം പ്രാപിക്കാൻ ഒരു വഴിയുമില്ല. ബ്രഹ്മാവ് പോലും കഷ്ടപ്പെടുകയാണ്. ദേവനാണ്, സൃഷ്ടികർത്താവ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് സൂഹിക്കുമ്പോൾ വിചാരിക്കും ഇന്ന് മോക്ഷം കിട്ടാൻ, അങ്ങേർക്ക് മോക്ഷം കിട്ടാൻ വഴിയൊന്നുമില്ല. ലോകാവസാനം വരെ ബ്രഹ്മാവിനും ശിവനും ഒന്നും മോക്ഷം കിട്ടാൻ പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും മോക്ഷം നേടാം. അപ്പം ദേവന്മാർ പോലും കൊതിക്കുന്ന മനുഷ്യജന്മം, അതിലും പ്രധാനമായ ബ്രാഹ്മണ ജന്മം, ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ബ്രാഹ്മണൻ്റെ ജന്മം കൂടിയാണ്. ബുദ്ധിമാൻ, ശാസ്ത്രജ്ഞനാണ്, ചിന്തകനാണ്. ആ ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവൻ കൃഷിയിലൂടെ ഇത്രയും ഇതെല്ലാം സാധിപ്പിച്ചെടുത്തത്. ബ്രാഹ്മണ ജന്മം ലഭിച്ചിട്ടും ആര് മോക്ഷത്തിനായി നീങ്ങുന്നില്ലയോ അവർ നരകം പ്രാപിക്കും. ഞാൻ മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചില്ല, ഞാൻ കുറേ ധനം ഉണ്ടാക്കാനാണ് പോയത് എന്ന് ബ്രാഹ്മണൻ ചിന്തിക്കുകയാണ്. 23 സ്വർഗത്തിനോ മോക്ഷത്തിനോ കാരണമാകേണ്ട മനുഷ്യജന്മം, മനുഷ്യനായി ജനിച്ചത് കൊണ്ട് മോക്ഷം പ്രാപിക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. സ്വർഗസമാനമായ ഉന്നതമായ സ്ഥാനത്തെത്താം. ധർമ്മിഷ്ഠനായി ജീവിച്ചു കഴിഞ്ഞാൽ സുന്ദരമായ സ്വർഗസമാനമായ ഒരു മനസ്സിൻ്റെ ഉടമയായിത്തീരും. മോക്ഷം പ്രാപിക്കണ്ടെങ്കിൽ ഇനി അടുത്ത ജന്മത്തിലൊന്നും ജോലിയില്ലെങ്കിൽ, നമുക്കിനി അടുത്ത ജന്മത്തിലൊന്നും ചെയ്യാനില്ലെങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പം നീതിമാനായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? സ്വർഗത്തിനും മോക്ഷത്തിനും കാരണമാകേണ്ട മനുഷ്യജന്മം ഒന്നിക്ക് സ്വർഗസമാനം ഉള്ളൊരു ജീവിതം, അല്ലെങ്കിൽ മോക്ഷം. അതാ ശക്തി വിചാരിച്ചാലേ കിട്ടുകയുള്ളൂ. മനുഷ്യജന്മം ധനത്തിലൂടെ ആർത്തി മൂലം അനർത്ഥമായി തീരുന്നു. ധനത്തിലുള്ള അർത്ഥം വെച്ച് ആർത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം ഇതൊന്നും നേടാൻ പോകുന്നില്ല. ഇനി 24 ദേവതകളെയും ഋഷികളെയും പിതൃക്കളെയും ജ്ഞാനികളെയും മറ്റുള്ളവരെയും അന്നം മുതലാവയിൽ തൃപ്തിപ്പെടുത്താതെ യക്ഷനെപ്പോലെ ധനം കാക്കുന്നവൻ, യക്ഷനെപ്പോലെ ധനം കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധി കാക്കുന്ന ഭൂതം പോലെ അവരെന്തു പറ്റും? നരകത്തിൽ പതിക്കും. അപ്പം നമ്മളുടെ അന്നം, ധനം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ലോകത്തിലുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും നന്മക്കായിട്ട് ഉപയോഗിക്കണം. ദേവതകൾ എന്ന് പറഞ്ഞാൽ
അഗ്നിക്കായിട്ട് അല്ലെങ്കിൽ കാട് ദേവതയല്ലേ. കാട്ടിന് നമ്മളെന്ത് വേണം? പരിപാലിക്കാൻ വേണ്ടി ചെയ്യണം. ഒരു മരമുണ്ടെങ്കിൽ മരത്തിന് വളവും വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കും. ഇതെല്ലാം ദേവതകളാണ്. നദികളുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കണം. ഇതെല്ലാം ദേവതകൾ. അപ്പം പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികർ നമ്മളെ ഏൽപ്പിച്ച കർമ്മങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പിതൃക്കൾ പോയത്. അവർ ശാസ്ത്രജ്ഞാനവും എല്ലാം തന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവരെന്തിനു വേണ്ടിയാണ് നമുക്ക് ഏൽപ്പിച്ചത്? നമ്മളിത് അവർ ചെയ്ത് ബാക്കി കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കണം. ഋഷികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജ്ഞാനം വേദ പുസ്തകത്തിലൂടെ കൈമാറിയിട്ടുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് നമ്മൾ പുരോഗതിക്കായിട്ട് ശ്രമിക്കണം. ഇപ്പം ഇതെല്ലാം ചെയ്യാതെ അവരെ തൃപ്തിപ്പെടുത്തുന്ന അങ്ങനെയാണ്. അല്ലാതെ യക്ഷനെ പോലെ ഈ ധനമെല്ലാം കുറേ ഉണ്ടാക്കിയിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവർ നരകത്തിൽ പതിക്കും. മോക്ഷം നേടേണ്ടതായ വിവേകികൾ. നമ്മൾ മോക്ഷം നേടാനാണ് ശ്രമിക്കേണ്ടത്. മോക്ഷം നേടണമെങ്കിൽ സന്യാസത്തിലേക്ക് പോകാൻ മാത്രമൊന്നുമല്ല. കർമ്മയോഗം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വരനായി ലോക പുരോഗതിക്കായിട്ട് ഉപയോഗിക്കുക. അതിലൂടെ മോക്ഷം. അതാണ് അർജുനൻ ഉപദേശിച്ചത്. നിനക്ക് സന്യാസിക്കാനുള്ള യോഗമല്ല, നീ നിൻ്റെ അധർമ്മികളെ കൊന്നിട്ട് ലോകത്തെ രക്ഷിക്കും, നീ മോക്ഷം പ്രാപിക്കും. നമുക്ക് വേണ്ടി എന്ന സ്വാർത്ഥത വിട്ട് പ്രവർത്തിക്കുക. ഇതാണ് മോക്ഷമാർഗം. അപ്പം മോക്ഷം നേടേണ്ടതായ വിവേകികൾ നിഷ്പ്രയോജനമായ ധനം നേടുവാനുള്ള തത്രപ്പാട്. ഈ ധനം നേടിയിട്ട് ഒന്നും നിങ്ങൾ നേടാൻ പോകുന്നില്ല. കുറേ ധനം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത് വെറുതെ തെറ്റിദ്ധാരണയാണ്. ധനത്തിൻ്റെ ഒന്നും കൂട്ടിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ആ തത്രപ്പാടിൽ വയസ്സ്, ബലം മുതലായ നഷ്ടപ്പെടുത്തി നമ്മുടെ ശരീരവും മനസ്സിൻ്റെ എല്ലാം ശക്തി അനാവശ്യമായ ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെലവിട്ട് നമ്മളെ ബലവും നഷ്ടപ്പെടുത്തുന്നു, വയസ്സും എല്ലാം നഷ്ടപ്പെടുത്തി വയസ്സനാകുമ്പോൾ എന്താണ് നേടാൻ പോകുന്നത്? വയസ്സാകുമ്പോൾ നമ്മൾ എന്താ നേടുന്നത്? ഒരു ചുക്കും ഇല്ല. 26. ഈ സത്യം അറിയുന്നവർ പോലും. ഇപ്പം ഇവൻ ബ്രാഹ്മണനാണ്, ഇവനും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സത്യമെല്ലാം മനസ്സിലാകും. അപ്പം ഈ സത്യം അറിയുന്നവർ പോലും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ധനത്തിനായി ക്ലേശിക്കുന്നു? ബ്രാഹ്മണൻ സ്വയം പറയുകയാണ്. ഇപ്പോഴേ അവന് ഈ ചിന്ത വന്നുള്ളൂ. ഇതിനു മുമ്പിൽ അപ്പം അവന് ചിന്തയെല്ലാം ഉണ്ട്, ഈ ധനം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല. എന്നിട്ടും വീണ്ടും വീണ്ടും ധനത്തിനായി ക്ലേശിക്കുന്നു. ഏതോ ഒരു തൻ്റെ മായക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന് നിശ്ചയം. അപ്പോഴാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്, ഏതോ ഒരു തൻ്റെ മായയാലാണ് ഞാൻ അടിമപ്പെട്ടിട്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആ ശക്തി തന്നെയാണ്. നമ്മളെല്ലാം കുറ്റക്കാരൻ. നമ്മളിൽ ആർത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടി നടക്കുകയാണ്. ഓടി നടക്കുമ്പോൾ ലോകം പുരോഗമിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പണം ഉണ്ടാക്കാനുള്ള താല്പര്യത്തിൽ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന നമ്മൾ ഇന്ന് ലോകം നമ്മൾ പറയുന്നില്ല നമ്മൾ എവിടെ പുരോഗമിച്ചെന്ന്. പുരോഗമിച്ചിട്ടുണ്ട്. മനുഷ്യൻ ആർത്തി കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണിത്. അല്ലാതെ ലോകത്തിൻ്റെ നന്മക്കല്ല. ജനങ്ങൾ ദാരിദ്ര്യത്തിൽ ഒരു വിഭാഗം ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുകയാണ്. നമ്മൾ പറയും, ഓ ഭയങ്കരം. അമേരിക്കയിലെ കാര്യം ആലോചിച്ച് നോക്കൂ. സമ്പന്നതയിലെ ഏറ്റവും വലിയ രാജ്യമാണ് അമേരിക്ക. നമ്മൾ വിചാരിക്കാം അവിടെ സ്വർഗ സമാനമാണെന്ന്. നെറ്റിൽ ഹോംലെസ് ഇൻ US ഒന്ന് അടിച്ചു നോക്കൂ, കാണാം അവിടുത്തെ ഭീകരമായ അവസ്ഥ. ഹോംലെസ് ഇൻ USA അടിച്ചാൽ മതി, നമ്മൾ അന്തം വിട്ടു, മൂക്കത്ത് വിരൽ വെച്ചു പോകും.
ഒന്ന് അടിച്ചു നോക്കണം. ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മനസ്സിൽ അമേരിക്ക എന്നെല്ലാം പറഞ്ഞ കുറേ സിനിമകളെല്ലാം ഇറക്കിയിട്ടുണ്ട്. നമ്മളപ്പം വിചാരിക്കുന്നത് എന്തെല്ലോ ആണ് അമേരിക്ക. ഒന്ന് അടിച്ചു നോക്കൂ, അപ്പോൾ കാണും അവിടെ ഒരു മുഖം. അപ്പം ലോകം പുരോഗമിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ ആർത്തി കൊണ്ട്, ആ ശക്തി വെച്ചാൽ ലോകം പുരോഗമിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ആ ശക്തി എന്ത് ചെയ്യുന്നു? ആ ഇങ്ങനെയുള്ള അധർമ്മികളെയെല്ലാം വധിച്ചിട്ട്, ചൂതുകളിയിലേർപ്പെട്ട് അധർമ്മികളെ വധിച്ചിട്ട് ഒരു സുന്ദരമായ ലോകം അവസാനം ഉണ്ടാക്കുന്നു. ആദ്യം ലോകം പുരോഗമിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ആ ശക്തി എന്ത് ചെയ്യുന്നു? ഒരു വലിയ ലോകമഹായുദ്ധം ഉണ്ടാക്കിയിട്ട് ആ ധർമ്മികളെയെല്ലാം കൊന്നെടുത്തിട്ട് പിന്നെയാണ് ഒരു വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. അപ്പോൾ ആ ശക്തിക്കും ഇതറിയാമല്ലേ, ഇതെല്ലാം നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നവരാണ്. ആ ശക്തി തന്നെയാണ് ഏതോ ഒരുത്തൻ്റെ മായക്ക് അടിമപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് എന്നത് നിശ്ചയം. 27. മൃത്യുവിനാൽ വിഴുങ്ങാൻ പോകുന്ന മനുഷ്യർക്ക് മൃത്യു നമ്മളിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്തിങ്ങനെ വിഴുങ്ങി പോവുകയാണ്. മനുഷ്യർക്ക് ധനം, കാമം എന്നിവ കൊണ്ട് എന്താണ് പ്രയോജനം? ഇപ്പം നമ്മൾ ഒരാൾ സിംഹം വന്ന് പിടിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളെ മനസ്സിൽ പണം ഉണ്ടാക്കണം, പെണ്ണ് കെട്ടണം, കുട്ടികൾ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ള സമയത്താണ് ഒരു സിംഹം ചാടി വീഴുന്നത്. എന്നാലും ഈ ചിന്തയെല്ലാം ഉണ്ടാവും. എന്നാലും ഇത് ചിന്തിച്ചാൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കാം. അവൻ്റെ തലക്ക് വട്ടാണെന്ന് പറയും. സിംഹം പിടിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ചിന്തിച്ച്. അതേപോലെ നമ്മളിപ്പോൾ കാലമാകുന്ന സിംഹം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇതിനെപ്പറ്റിയിട്ട് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. മൃത്യുവിനാൽ വിഴുങ്ങപ്പെട്ട മനുഷ്യർ ധർമ്മം, ധനം, കാമം എന്നിവ കൊണ്ട് എന്താണ് പ്രയോജനം? അഥവാ ഇനി വീണ്ടും ജനിച്ചു കളയാമെന്ന് വെച്ചാൽ അവിടെയും ഇതേമാതിരി കർമ്മം ചെയ്തിട്ട് ജനിക്കുക, മരിക്കുക, ഇതിനെക്കൊണ്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും 28 തീർച്ചയായും ശ്രീഹരി എന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. ആ ശ്രീഹരിയാണ് ഈ ദാരിദ്ര്യാവസ്ഥയിൽ എന്നെ നയിച്ചത്. സംസാരത്തെ തരണം ചെയ്യാനുള്ള ഓടമായി വൈരാഗ്യം ഉണ്ടായി. ഒരു തോണിയായി, ഈ സംസാരത്തെ കടക്കാനുള്ള ഒരു തോണിയായിട്ട് എനിക്കിപ്പോൾ വൈരാഗ്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പം ശ്രീഹരി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ തന്നെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭക്തനെ, കൃഷ്ണനെ ആരാധിക്കാൻ പോകുന്ന ഭക്തനെ ഞാൻ തെണ്ടിയാക്കി മാറ്റും. അവൻ്റെ ഭാര്യയും മക്കളും എല്ലാം വിട്ടെറിഞ്ഞു പോകും. പിന്നെ അപ്പോഴാണ് അവന് വിരക്തി വരുന്നത്. അപ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകേണ്ടത്. അപ്പം നമ്മൾ കൃഷ്ണഭക്തിയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ചു കൊള്ളുക. നമ്മളിപ്പം വർഷത്തിലൊരിക്കൽ ഒന്ന് അവിടെ പോകണം. എല്ലാ ജാനുവരി 1 അവിടെ പോകണം. ശരിയായ ഭക്തനെങ്കിൽ അവനെ പിച്ചക്കാരനാക്കി, ശരിയായ ഭക്തനാണെങ്കിൽ. അല്ല ജാനുവരി 1 എപ്പം പോയി എന്ന് വെച്ചിട്ട് ഇത് ഭക്തന്മാരെന്നല്ല, അത് സ്വാർത്ഥമതികളാണ്. അവിടെ പോയിട്ട് എന്താ പറയുന്നത്? അയ്യോ എനിക്ക് ഇന്നത് തരണേ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പം തന്നെ അങ്ങേർക്ക് തലക്ക് പിടിക്കും. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഊരിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കും.
കാരണം എല്ലാവരും വന്നിട്ട് ലക്ഷങ്ങൾ വന്നിട്ട് എനിക്കിത് ഇതായിരിക്കും എന്താ എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയായിട്ട് കസേരയിൽ ഇരുന്നാൽ പോലെ വന്നിട്ട് അവതരിച്ചിട്ട് ഇതാ ഞാൻ വരാൻ പോകുന്നു നിങ്ങളെ പ്രധാനമന്ത്രിയായിട്ട് അല്ലെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ. അതുവരെ അത്തരത്തിൽ വരുന്നില്ല. വരുന്ന എന്തിനാണ്? അതിനാണ് രാജാക്കന്മാരെ വെച്ചിരിക്കുന്നത്. അവരുടെ ജോലിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഞാനെഴുതിയിരിക്കുന്നത് ആർക്കെങ്കിലും ദാരിദ്ര്യം വന്ന് വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആർക്കെങ്കിലും വൈരാഗ്യം വേണ്ടിക്കില്ല എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ നിങ്ങളെ പിച്ചക്കാരനാക്കും, വീട്ടുകാരെല്ലാം കളഞ്ഞിട്ട് പോകും, നിങ്ങൾക്ക് വൈരാഗ്യം വന്നു. ഇതാ ബ്രാഹ്മണന് ധനാഢ്യന് വൈരാഗ്യം വരുത്തി. ആശയം തന്നെയാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായും എന്നിൽ ശ്രീഹരി സന്തുഷ്ടനായിരിക്കുന്നു. അതിനുള്ള തെളിവെന്താണ്? കൃഷ്ണൻ സന്തുഷ്ടനായി എന്ന് നമുക്ക് കൃഷ്ണഭക്തിയെല്ലാം ഉണ്ട്. കൃഷ്ണൻ നമ്മോട് പ്രസാദിച്ചു എന്ന് കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ തെണ്ടി പിച്ചക്കാരൻ, നിങ്ങളെ വീട്ടുകാരെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു പോകും. അപ്പോൾ മനസ്സിലായിക്കൊള്ളണം കൃഷ്ണൻ എന്നോട് പ്രസാദിച്ചെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഭക്തിയൊന്നുമല്ല, അങ്ങേരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇതും കൊണ്ട് ആവശ്യങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ മതിയാണ്. ചെവിട് കൊടുക്കില്ല, ചെവിട് അടച്ചിട്ട് ഒരൊറ്റ ഇരിപ്പാണ്. എന്നിട്ട് എന്നെ ദാരിദ്ര്യാവസ്ഥയിലെത്തിച്ചു. സംസാരസാഗരം മറികടക്കാനുള്ള ഓടമായി, അതായത് ഒരു തോണിയായിട്ട്, ഒരു വാഹനമായിട്ട്, ഒരു കപ്പലായിട്ട് അദ്ദേഹം എന്നിൽ വിരക്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം വിരക്തിയിലൂടെ വേണം നമ്മൾ ഈ സംസാര ചക്രം മറികടക്കാൻ. അപ്പോൾ മാത്രമേ ദുഃഖവും കഷ്ടപ്പാടും മാറുകയുള്ളൂ. ഇനി 29. ഇനിയുള്ള കാലം അവശേഷിക്കുമെങ്കിൽ ഞാൻ മനസ്സിൽ സന്തോഷം നിറച്ച് ധർമാധികാര്യങ്ങളിൽ മനസ്സ് ഉഴഞ്ഞു പോകാതെ തപസ് കൊണ്ട് ശരീരത്തെ പിന്നെ എന്ത് ചെയ്യും? ശോഷിപ്പിക്കും. ഈ ശരീരമാണ് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളാണ്, ഈ കണ്ണും മൂക്കും എല്ലാം നമ്മൾ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. ശോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ആദ്യത്തെ ഈ ശരീരത്തെ അങ്ങ് ശോഷിപ്പിച്ച് കളയണം. ഭക്ഷണമെല്ലാം കഴിക്കുന്നതങ്ങ് നിർത്തുക. ഇനി ശേഷിക്കുന്ന കാലം ഞാനെന്ത് ചെയ്യും? മനസ്സിൽ സന്തോഷം, എനിക്ക് തൃപ്തിയാണ്, എനിക്കിനി ഒന്നും വേണ്ട. മനസ്സിൽ സന്തോഷം എപ്പോഴാണ് വരിക? ഒരാഗ്രഹവും ഇല്ലാത്തപ്പോൾ. ആഗ്രഹം ഉണ്ടായാലും ഒരിക്കലും സന്തോഷം കിട്ടില്ല, അത് കിട്ടാൻ വേണ്ടി കൂടി നടക്കും. അതുകൊണ്ട് സന്തോഷം നിറച്ച് എപ്പോഴും ഹാപ്പി. എനിക്കൊരു കഷ്ടപ്പാടുമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല, ഹാപ്പി. അങ്ങനെ സന്തോഷം നിറച്ച് ധർമാധികാര്യങ്ങളിൽ നിന്നെല്ലാം തെറ്റാതെ, അതായത് ശരിയായ വഴിയിൽ വേദം ഉപദേശിക്കുന്ന ധർമ്മപാതയിലൂടെ സഞ്ചരിച്ചിട്ട് തപസ്സുകൊണ്ട് ശരീരത്തെ ശോഷിപ്പിക്കും. തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കെന്താണ്? ശ്രീഹരിയെ മാത്രമേ മനസ്സിൽ ചിന്തയുള്ളൂ. ആ ചിന്തയോടുകൂടി ശരീരത്തെ ശോഷിപ്പിക്കണം. അതിന് ത്രിലോകനാഥന്മാർ 30 എന്നെ സഹായിക്കട്ടെ. എല്ലാവരും അതിനാണ് എന്നെ സഹായിക്കേണ്ടത്. എന്തിന്? ശരീരം ശോഷിപ്പിച്ച് മനസ്സ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ബഡ്ഗാങ്കൻ എന്ന ഒരു രാജാവ് ഒരു മുഹൂർത്തത്തിൽ ബ്രഹ്മലോകം ഇതുപോലെ പ്രാപിച്ചിട്ടുണ്ട്. എൻ്റെ 31 ഭഗവാൻ പറയുകയാണ്, അവന്തി രാജാവായ ബ്രാഹ്മണൻ അഹങ്കാരം, മമത എന്നിവയെല്ലാം വിട്ട് ശാന്തനായി സന്യാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് മൗനിയായി ഭവിച്ചു. പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന വാക്കുവന്ന് മതിയാക്കി. എന്നിട്ടോ 32
പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഭഗവാൻ പറയുകയാണ്, അവൻ മനസ്സ്, ഇന്ദ്രിയം, ശ്വാസം എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസിൽ എടുത്തുകൊണ്ട് എന്നിവയെല്ലാം അടക്കി രാഗങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ആരാണെന്ന് എന്ന് ചിന്തിക്കാതെ, ഞാൻ എന്ന ചിന്തയില്ലാതെ ഭിക്ഷക്കായിക്കൊണ്ട്, പിന്നെ അവന് ഭിക്ഷ കിട്ടുന്നത് കൊണ്ട് ജീവിക്കുക, അവൻ അധ്വാനിച്ചൊന്നും ചെയ്യില്ല. ഭിക്ഷ അവിടെ നിന്നെങ്കിലും കൈ നീട്ടിയിട്ട് വാങ്ങും, അഹങ്കാരം പോകണം. അങ്ങനെയുള്ള ഇവിടുത്തെ വിശ്വാസികളെല്ലാം ഭിക്ഷക്കാരായി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യം അല്ല. വിരക്തി വരുന്നവർക്ക് ഈ പരിപാടി പറ്റുകയുള്ളൂ. ഭിക്ഷയക്കാരനായി നഗരത്തിലും ഗ്രാമങ്ങളിലും പ്രവേശിച്ചു. 33 ആ അവധൂതനെ, അപ്പം അവധൂതനായിട്ടാണ്, അവധൂതൻ്റെ ലക്ഷണം എന്താണ്? ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ടാണ് അവൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങിയാൽ സംഭവിക്കുന്നത് എന്താണ്? ആ അവധൂതനെ ദുഷ്ടന്മാർ പല വിധത്തിൽ അപമാനിച്ചു. അപ്പോഴാണ് എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ, പിള്ളേരും എല്ലാം കല്ലെടുത്ത് എറിയും, അപമാനിക്കുകയാണ്. എന്തെല്ലാം ചെയ്തത്? 34, 35, 36 ചിലർ അവൻ്റെ ത്രിദണ്ഡം അപഹരിച്ചു, അവൻ്റെ ദണ്ഡിങ് പിടിച്ചു വാങ്ങി. ചിലർ ഭിക്ഷാപാത്രം എടുത്ത് പിടിച്ചു വാങ്ങി. ചിലർ അവൻ്റെ ആസനത്തിനെ എടുത്ത് മാറ്റി. ഇരിക്കാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു തുണിയല്ല, അതും എടുത്ത് ചിലവർ മോഷ്ടിച്ചു. ചിലവർ ജപമാല പൊട്ടിച്ച് കളഞ്ഞു. ചിലർ പകരം ഉപയോഗിക്കാൻ വെച്ചിരുന്ന വസ്ത്രവും അടിച്ചെടുത്ത് പോയി. പിന്നെ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം എടുത്ത് പോയിട്ട് ഇന്നാ വേണോ, പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കാട്ടിയിട്ട് ഒരൊറ്റ ഓട്ടോ ഓടി. കൊടുക്കാൻ വേണ്ടിയല്ല, എന്നാ വസ്ത്രം വേണം, ബാ എന്നും പറഞ്ഞിട്ട് ഓടി, എടുത്തുകൊണ്ടുപോയി. ഭിക്ഷക്കായി കിട്ടിയ ഭക്ഷണം എടുത്തിട്ട്, ഭിക്ഷ കിട്ടിയിരുന്നു, അതെടുത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മൂത്രം വിസർജിച്ചു കൊടുത്തു. പിന്നെയോ തലയിൽ കാക്കിച്ചു തുപ്പി. മറുപടിയില്ലാത്തപ്പോൾ തല്ലി ഹിംസിച്ചു. എന്നിട്ട് ഇവനൊന്നും മിണ്ടാതിരുന്നപ്പോൾ നല്ലോണം തല്ലും വെച്ചു കൊടുത്തു. ഇവനെന്താണ് സംസാരിക്കുക, ഇവനെന്താ പൊട്ടന എന്നും പറഞ്ഞുകൊണ്ട് അടിയും വെച്ചു കൊടുത്തു. 37 ചിലർ ഇവൻ കള്ളനാണ് എന്ന് വിളിച്ചു പറഞ്ഞു, നിന്ദിച്ചു. ഇവൻ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ കയറ് കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട്, ഇവനെ വിടാൻ പറ്റില്ല, ഇവൻ കള്ളനാണ്, ശരിയായ സാധനമല്ല, പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു. ചിലർ 38 ഇവൻ കപടക്കാരനാണ്, ഇവൻ പിന്നെ ധനയെല്ലാം നഷ്ടപ്പെട്ടു പോയോണ്ട് ഇതുവരെ കുറേ പണം കള്ളത്തന്ത്രത്തിലെല്ലാം ഉണ്ടാക്കിയ കള്ളക്കാരനാണ് ഇവൻ. ഇപ്പം പണം നഷ്ടപ്പെട്ടു പോയാലും നല്ല സാധു മാതിരി അഭിനയിക്കുകയാണ്. ഇവനെ എല്ലാ ബന്ധുക്കളും ഉപേക്ഷിച്ചവൻ, ആ ദുഷ്ടനാണ്, അവൻ്റെ വീട്ടുകാർ മുഴുവൻ അവനെ ഉപേക്ഷിച്ച്. അതിനാൽ ഈ വഴി ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തെന്ന്? ഭിക്ഷ തണ്ടാൻ വേണ്ടിയിട്ട്. വീട്ടുകാർ പോലും ഉപേക്ഷിച്ചപ്പോൾ തണ്ടാനിറങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം എല്ലാവരും പറയുന്ന വാക്കുകളാണ്. തണ്ടാനിറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അപമാനിച്ചു. ഇവൻ്റെ പൂർവിക ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞ് അപമാനിച്ചു. 39, 40 ചിലവരുടെ അത്ഭുതം, ഇവൻ ബലവാനാണ്, നമ്മൾ എന്ത് ചെയ്തിട്ടും ഇവൻ്റെ ശക്തി, ഇവൻ ബലവാൻ തന്നെ, മലകളുടെ രാജാവാണ്, ഏതോ മല പോലെയുള്ള സ്ഥലത്തൊക്കെയാണ്, അത്രയും ബലമുണ്ട് ഇവൻ്റെ ശരീരത്തിന് എന്നെല്ലാം പറഞ്ഞ് പരിഹസിച്ചു. അവനെ ചിലർ അപാനവായു വിസർജനം ചെയ്യിപ്പിക്കുകയും ചെയ്തു. കാരണം വയറ്റിലൊന്നുമില്ല, പട്ടിണി കിടന്നാൽ ഇവൻ വിസർജിക്കാൻ മാത്രമൊന്നുമില്ല, പിന്നെ അപാന വായുവാണ്. അപ്പോൾ എന്തെല്ലാം ചെയ്ത് വയറ്റിനും എല്ലാം കയറിയിട്ട് ചവിട്ടിയിട്ടുണ്ടാവും, അപ്പോഴല്ലേ ഇത് പോവുക. അപ്പോൾ പോകാൻ വായുവേ ഉള്ളൂ, അത് വയറ്റിലെന്ത് വേണം? ഭക്ഷണം മര്യാദയ്ക്ക് കഴിപ്പില്ലല്ലോ. തത്തേനെ പിടിച്ച് കൂട്ടിലിടുന്ന പോലെ ഇവനെ പിടിച്ച് പൂട്ടി ഓരോ മുറിയിലെല്ലാം ഇട്ട് അടച്ച് വെച്ചു.
21. ഇപ്രകാരം ദുഷ്ടന്മാർ ഉപദ്രവിക്കുകയും ദുഷ്ടന്മാർ അവനെ ഉപദ്രവിച്ചത് ഒരു വഴിക്ക്, കാലാവസ്ഥ മൂലമുള്ള ഉപദ്രവം വേറെ വഴിക്ക്, ദേഹത്തിലുണ്ടായ ഈ ദുഃഖം വേറെ, ദേഹത്തിലും പലതും എല്ലാം ചെയ്തിട്ടില്ല അതുകൊണ്ടുള്ള ദുഃഖവും വേറെ. ഇതെല്ലാം എൻ്റെ പൂർവജന്മ ഫലമാണെന്ന് നിശ്ചയിച്ചു. അവനിതെന്താണ് തീരുമാനിച്ചത്? ഇതെല്ലാം എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഫലം കൊണ്ട് സംഭവിച്ചതാണ് എന്നവൻ നിശ്ചയിച്ചു. അവൻ പ്രതികരിക്കാനൊന്നും പോയില്ല. ഇതെല്ലാം എൻ്റെ കഴിഞ്ഞ ജന്മത്തിൻ്റെ ദുഷ്ടഫലമാണ്, അത് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ അനുഭവിച്ച് തീർക്കുക തന്നെ ചെയ്യും എന്ന് നിശ്ചയിച്ചു. ഇതെല്ലാം എൻ്റെ ജന്മഫലമാണ്, ഞാനിതങ്ങ് അനുഭവിച്ച് തീർത്തേക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നു. എന്നിട്ടവൻ തൻ്റെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാർ അഭിമാനിക്കപ്പെട്ടപ്പോൾ ധൈര്യം അവലംബിച്ച് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രതിപാദിക്കുന്ന ഗീത അവൻ ചൊല്ലി. ഗീതയിലുള്ള ഒരു വാക്ക് അദ്ദേഹം ഉദ്ധരിച്ചു. എന്ത്? ധർമ്മകർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാരാൽ അപമാനിക്കപ്പെട്ട ഒരാൾ ധർമ്മവരം അവലംബിച്ചുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗീത അദ്ദേഹം ഗാനം ചെയ്യുകയാണ്. എന്നിട്ട് അതാണ് ഇനിയുള്ളതിൽ പറയാൻ പോകുന്നത്. ആ ഗീതയിലുള്ള വാക്കുകൾ ഉദാഹരണ സഹിതം 43. ബ്രാഹ്മണൻ സ്വയം ചിന്തിക്കുകയാണ്, ഈ ജനങ്ങൾ എൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണമല്ല. എൻ്റെ ഇപ്പോഴുണ്ടാവുന്ന ഈ സുഖദുഃഖങ്ങളെല്ലാം കാരണമാരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. അത് ഈ ജനങ്ങളൊന്നുമല്ല, ഈ ഉപദ്രവം ചെയ്യുന്ന ജനങ്ങളൊന്നും അല്ല. അപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം എന്താണ്? ഗീത പറയുന്നത് എന്താണ്? ഈ ജനങ്ങൾ എൻ്റെ ദുഃഖത്തിന് കാരണം, നിങ്ങളുടെ ദുഃഖത്തിന് കാരണം ജനങ്ങളൊന്നുമല്ല, നിങ്ങൾ ഉപദ്രവിക്കുന്ന ജനങ്ങളൊന്നുമല്ല ദുഃഖത്തിന് കാരണം. ദേവന്മാരുമല്ല, ഒരു ദേവന്മാരും നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല, ഒരു ആത്മാവുമല്ല, ഒരു ഗ്രഹവുമല്ല. ചിലവർ പറയും, നിങ്ങളുടെ സമയം വളരെ മോശം, ഗ്രഹങ്ങളെല്ലാം അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു അതുകൊണ്ടാണ് കഷ്ടപ്പെടുന്നതെന്ന് പറയും. ഗ്രഹങ്ങളും അല്ല, കർമ്മവുമല്ല, നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഇതെല്ലാം ചിലവർ പറയും. അതുമല്ല, കാലവുമല്ല, അവൻ്റെ മോശ സമയമാണ് ഇതൊന്നും, കാലവും അല്ല, കാരണമല്ല. ഇവരൊന്നുമല്ല നമ്മുടെ ദുഃഖത്തിനുള്ള കാരണം. പിന്നെയോ, ഈ സംസാരത്തിൽ മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന മനസ്സ് തന്നെയാണ് കാരണം. ഇപ്പം നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ മനസ്സാണ്. അതാണ് ഇങ്ങനെ ലോകം ഒരു പരിധിയില്ലാതെ അങ്ങനെ കറങ്ങുന്ന മനസ്സാണ് നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. മനസ്സ് ശക്തമാകുമ്പോൾ അതിലെന്തുണ്ടാകും? കാമം പോലുള്ളത് സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ മനസ്സ് ശക്തമാകുമ്പോൾ അത് കാമം നമ്മിലുണ്ടാകും, കാമം പോലെയുള്ളത്. ആ കാമത്തിൽ നിന്ന് സത്വരജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങളുണ്ടാകും. കാമം വരുമ്പോൾ കർമ്മം ചെയ്യും. നമുക്ക് ഒരു മാങ്ങ കാണുമ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയും ഇത് പറിക്കുക. അപ്പം കാമം കർമ്മത്തിന് പ്രേരണ നൽകും. ഈ കർമ്മങ്ങളിലൂടെ ആണ് നമ്മൾ മനുഷ്യരും ദേവന്മാരും മുതലായ ജന്തുക്കളുടെ സ്വഭാവത്തോടുകൂടി പോകുന്നത്. നല്ല കർമ്മങ്ങളാണെങ്കിൽ ദേവന്മാരാകും, രണ്ടും മിശ്രിതമാണെങ്കിൽ മനുഷ്യരാകും. നീചകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അസുര സ്വഭാവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഇനി 45 പറയുകയാണ്, സങ്കല്പ വികല്പങ്ങളെ ചെയ്യുന്ന മനസ്സ്. അപ്പം മനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ കർമ്മത്തിന് പല സങ്കല്പങ്ങളെ എല്ലാ അടിസ്ഥാനത്തിലെ പല കർമ്മങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ
എൻ്റെ സഹഭാവായ പരമാത്മാവ് നമ്മിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്, ശ്രീഹരി ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടുകാരനാണ്. ആ ഈശ്വരനായ പരമാത്മാവ് ഉള്ളിലുണ്ട്. അത് നമ്മളെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ്, സഖാവായിട്ടാണ് ഇരിക്കുന്നത്. എന്നെ അത് ജ്ഞാനത്തോട് നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതവിടെ ഇരുന്നിട്ട് ജ്ഞാനത്തോടു കൂടി ഞാൻ ചെയ്യുന്ന എല്ലാം നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിതിലൊന്നും തലയിടില്ല. പക്ഷേ ഞാനെന്തെല്ലാണ് ചെയ്യുന്നതെന്ന് അതിന് നല്ലോണം പരമാത്മാവെന്താണ്, ലോകത്തിൻ്റെ പ്ലാനാണ്. ആ ലോകത്തിലൊരു പ്ലാന്, ലോകം പുരോഗമിക്കുമ്പോൾ അതിലൊരു ചെറിയ കർമ്മം ചെയ്യാനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മം ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ എല്ലാ കർമ്മങ്ങളും മായയിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ കുറ്റക്കാരുമല്ല. മായ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ പരമാത്മാവ് നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതവിടെ ഇരുന്നിട്ട് ഞാൻ സൃഷ്ടിച്ച കാര്യമെല്ലാം അവൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെയോ ജീവാത്മാവാകട്ടെ, അതായത് നമ്മുടെ പ്ലാൻ, ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന ആ ശക്തി, അത് കർമ്മത്തോട് ബന്ധപ്പെട്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ അനുഭവിച്ച് ബന്ധം പ്രാപിച്ചതായിട്ട് വരുന്നു. ആ ജീവാത്മാവ് ഞാനെന്ന ചിന്തയാണ് ബന്ധത്തിലേക്ക് നയിക്കുന്നത്. പരമാത്മാവ് അവിടെ ഒരു കക്ഷിയിരിപ്പുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജീവാത്മാവാണ് ഈ കിടന്ന് കറങ്ങുന്നത്, സുഖഭോഗ വസ്തുക്കളുടെ എല്ലാം പിന്നാലെ ഓടി നടക്കുന്നത്. അത് ഞാനെന്ന ചിന്തയിലൂടെയാണ്. ഇനി 46 ദാനം, നിത്യനൈമിത്തിക കർമ്മങ്ങൾ. നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. അത് ചെയ്യുന്നതിനാണ് നമുക്ക് നിത്യനൈമിത്തിക കർമ്മങ്ങൾ, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത്തരം കർമ്മങ്ങൾ ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിലും ഇന്ദ്രിയ നിഗ്രഹം നമുക്ക് ചെയ്യാം ശ്രമിച്ചാൽ. ഞാൻ ചെയ്യേണ്ട കർമ്മം ചെയ്യും, പക്ഷേ എനിക്ക് എന്ന ചിന്ത വെച്ചിട്ടില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അടങ്ങും. ഇന്ദ്രിയ നിഗ്രഹം, ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഇടക്കിടക്ക് ഓരോ വ്രതങ്ങളുടെ പേരിൽ ആ സമയത്ത് നമ്മളെ കൊണ്ട് ആ ശരീരത്തെ കീഴടക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വ്രതങ്ങൾ വെച്ചിരിക്കുന്നത്. ഒരു സാമ്പിള്. പക്ഷേ എല്ലാ സമയവും ഇതേമാതിരി നിയന്ത്രിക്കാൻ പറ്റണം. അതാണ് ഭക്തിമാർഗം. മറ്റേത് നമ്മൾ ഇടക്കൊന്ന് നമ്മളെ ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിൽക്കാനുള്ള മനസ്സിൻ്റെ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കാനാണ് ഈ വ്രതം വെച്ചിരിക്കുന്നത്. അത് 100% ഫോളോ ചെയ്യുന്നതാണ് സന്യാസം. എന്നിവ മനോനിയന്ത്രണത്തിന് ഫലവത്താണ്. അതെല്ലാം മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം മനസ്സിനെ അടക്കുകയാണ് പരമമായ ജ്ഞാനം. ഈ വ്രതങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാനാണ്. കാരണം ഒരു കണ്ണ് പറയാതെ നല്ലൊരു മാങ്ങ കിടക്കുന്നു, വിശന്നിട്ട് വ്രതമനുഷ്ഠിക്കുകയാണ്, ഒരു നല്ല മാങ്ങ കിടക്കുന്നു കാണുമ്പോൾ നമ്മൾ ഈ വ്രതം മുടക്കിപ്പോയാൽ നമ്മൾ പോയി. ഇല്ല, വ്രതം എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പിടിച്ച് നിൽക്കും. മാങ്ങ ഇപ്പം വേണ്ട, ഏതായാലും വ്രതം കഴിയട്ടെ, നമ്മളെ വ്രതം ഇത്ര മണിക്ക് തീരും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ആ മാങ്ങ അല്ല അതിൻ്റെ അപ്പുറത്തെ മാങ്ങയും കൂടിയും പറിച്ചിട്ട് ഒന്നല്ല അതിൻ്റെ കൂടെ ഒരു 4 എണ്ണം പറിച്ചിട്ട് ഞാൻ അടിക്കും എന്ന സ്റ്റേജിലാണ് നിൽക്കുന്നത്. പകല് നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് തിന്നാതിരിക്കും. രാത്രിയിൽ മൂക്കറ്റം
തിന്നും. പിന്നെ ദഹിക്കാതെ പിന്നെ പകൽ പിന്നെ തിന്നാതെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പകൽ തിന്നാതെ സൂര്യനൊന്ന് പോയോ നോക്കിയിട്ട് പുലരുന്നവരെ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയാണ് ദഹിക്കേണ്ടത്? പകൽ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇത് മനസ്സിനെ നിയന്ത്രിക്കുന്ന പരിപാടിയല്ല. വ്രതങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാനാണ്. തിന്നാൻ പാടില്ല. ഞാൻ ഒരു ദിവസം പട്ടിണി കിടക്കും, കഷ്ടിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലും തീർക്കണം. അപ്പോൾ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുകയാണ്. ഇത് രാത്രി മുഴുവൻ തിന്നിട്ട് പിന്നെ പകൽ വിശപ്പ് വരുമോ? അപ്പോൾ എവിടെയാ മനസ്സിനെ നിയന്ത്രിക്കുന്നത്? ഒരു മനസ്സിനെ നിയന്ത്രിക്കലുമില്ല. ഫലവത്താണ്. കാരണം മനസ്സിനെ അടക്കുകയാണ് പരമമായ ജ്ഞാനം. ആ മനസ്സിനെ എടുക്കാൻ പഠിക്കണം. ഭക്ഷണം കഴിക്കരുത്. വലിയ വെള്ളം എന്തെങ്കിലും കഴിച്ച്, വെള്ളം ശരീരത്തിന് ആവശ്യമുണ്ട്, അതും കഴിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കലാണ് അതിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഒരു ചടങ്ങുമാതിരി രാത്രി മുഴുവൻ തിന്നിട്ട് പകൽ ഞാൻ കഴിക്കുന്നില്ല വ്രതത്തിലാണെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളൂ? ഒരർത്ഥവുമില്ല. ഏത് മനസ്സിനെയാണ് നിയന്ത്രിക്കുന്നത്? ഇനി 47. എൻ്റെ മനസ്സ് അടങ്ങി ശാന്തമായിരിക്കുമ്പോൾ അവന് ദാനത്തിലൂടെ നേടാൻ എന്താണുള്ളത്? ദാനമെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിനെ അടക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ ദാനത്തിനൊന്നും വലിയ പ്രശസ്തിയൊന്നുമില്ല. ഈ ദാനമെല്ലാം കൊടുക്കാനുള്ള ചിന്താഗതി വരുത്തുന്നത് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ഒരു മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചടങ്ങിനൊന്നും ദാനത്തിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. ഏവൻ്റെ മനസ്സ് ദാനത്തിലൂടെ അടങ്ങുന്നില്ലയോ? ദാനം കൊടുത്തുകൊണ്ട് മനസ്സടങ്ങുമൊന്നുമില്ല. ദാനം ശ്രേഷ്ഠം തന്നെ. പക്ഷേ ദാനം കൊടുത്തത് കൊണ്ട് മാത്രം മനസ്സടങ്ങില്ല. മനസ്സിലടങ്ങണ്ടെങ്കിൽ ആലസ്യം മൂലം സംഭവിച്ചാൽ, നാശം സംഭവിച്ചാൽ ദാനം മുതലാവയുള്ളതൊക്കെ കൊണ്ട് വേറെ എന്ത് പ്രയോജനമാണുള്ളത്? ഒരാൾ ദാനം കൊടുത്തത് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളൊന്നുമില്ല. കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകും, ശരിയെല്ലാം തന്നെ, അത് നല്ലത് തന്നെ. പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കണ്ടെങ്കിൽ ദാനം കൊണ്ടോ ഒന്നും, വെറും ദാനം കൊണ്ട് മാത്രം നടക്കില്ല. ഇന്ദ്രിയങ്ങളും അവയുടെ അടിസ്ഥാന ദേവതകളും മനസ്സിന് അധീനനാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന പിന്നിലുള്ള ശക്തി അധിഷ്ഠാന ദേവതകളും. മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ചന്ദ്രനാണ്. അങ്ങനെ പല ഓരോന്നിനും ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഓരോ ദേവതകളാണ്. അപ്പം ഇന്ദ്രിയങ്ങളും അവയുടെ ദേവതകളുമെല്ലാം മനസ്സിനധീനനാണ് എന്ന് പറയുകയാണ്. മനസ്സിൻ്റെ കീഴിലാണ് ഇന്ദ്രിയങ്ങളെല്ലാം വരുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവതകളെല്ലാം വരുന്നത് മനസ്സിന് കീഴിലാണ്, മനസ്സിന് മുകളിലല്ല. മനസ്സാകട്ടെ ദേവതകളെ കൂടി ദേവതകൾക്ക് അധീനനല്ല. മനസ്സിന് ആരും കീഴടക്കാൻ പറ്റില്ല. കാരണം മനസ്സ് എന്ന ദേവൻ, മനസ്സെന്ന ദേവൻ എല്ലാവരെക്കാട്ടിയും ഫലവാനാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ മനസ്സെന്ന ദേവനാണ് ഏറ്റവും ശക്തിമത്തായത്. ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ കീഴിലാണ്. പക്ഷെ നമ്മൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ കയറി ഭരിക്കുകയാണ്. മനസ്സിനെ പ്രേരണയുണ്ടാക്കി അത് ഇന്ദ്രിയങ്ങൾ മനസ്സിനെ കേന്ദ്രീകരിക്കും. പക്ഷേ മനസ്സാണ് ഏറ്റവും ഫലവത്തായത്. ബാക്കിയെല്ലാം അതിൻ്റെ കീഴിലാണ് ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ട് ആരൊരാൾ മനസ്സിനെ നിയന്ത്രിക്കുന്നുവോ അവൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചതിന് സമാനമാണ്. മനസ്സിനെ കീഴടക്കാൻ പറ്റിയാൽ ബാക്കി ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങിക്കൊള്ളും. കാരണം മനസ്സിന് അത്രയും ശക്തിയുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പോഴേ ഇന്ദ്രിയങ്ങളെ
നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാലും മനസ്സിലൂടെയേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇനി 49. സഹിക്കാൻ കഴിയാത്ത രാഗത്തോടെ. രാഗങ്ങൾ നമ്മളിൽ സഹിക്കാൻ കഴിയാത്ത തരത്തിൽ വളരുമ്പോൾ, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം വളരുമ്പോൾ കൂടിയവൻ ഈശ്വരാനുഗ്രഹമില്ലാതെ, അപ്പോൾ അതോടുകൂടി അവൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുകയാണ്. രാഗങ്ങൾക്ക് കൂടിയിരിക്കുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ കൂടിയിരിക്കുക, ആർത്തികൾ കൂടിയിരിക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം പിന്നെ കിട്ടില്ല. അങ്ങനെയുള്ളവൻ ജയിക്കാൻ കഴിയാത്ത ശത്രുവായ മനസ്സിനെ, അപ്പോൾ അവൻ്റെ മനസ്സ് അവൻ്റെ ശത്രുവായി തീരുകയാണ്. ആഗ്രഹങ്ങൾ കൂടി വരുമ്പോൾ, ആസക്തി കൂടി വരുമ്പോൾ മനസ്സ് അവൻ്റെ ശത്രുവായി മാറും. ആ മനസ്സിനെ അവനപ്പോൾ നിയന്ത്രിക്കാൻ പറ്റില്ല. ഈശ്വരനും അവന് സപ്പോർട്ടല്ലാതായിട്ട് മാറുന്നു. അവൻ നരകത്തിൻ്റെ കാരണമായ കലഹവും ശത്രുക്കളെയും ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ മുതൽ അവനിലെ ദേഷ്യ കോപങ്ങളെല്ലാം വരും, ശത്രുക്കളെ ഉണ്ടാക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അവന് ശത്രുക്കൾ ഉണ്ടാകും. അവൻ മൂഢനാണെന്ന് പറയുകയാണ്. അപ്പം മനസ്സ് കീഴടക്കാൻ പറ്റാത്തവനാണ് മൂഢൻ. അപ്പോഴാണ് ഈ ശത്രുക്കളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഇവന് ശത്രുക്കൾ ഉണ്ടായത് ശത്രുക്കളെ കുഴപ്പമില്ല, ഇവൻ്റെ മനസ്സിനെ ഇവൻ കീഴടക്കാത്തത് കൊണ്ടാണ്. ഇതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മുടെ മനസ്സിനെ കീഴടക്കിയാൽ ശത്രുക്കൾക്കൊന്നും, കാരണം ഇന്ദ്രിയങ്ങളെല്ലാം അവൻ്റെ കീഴിലാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും മനസ്സ് കുറച്ചങ്ങ് പിടിച്ചു നിൽക്കുക. എന്തോ ചെയ്യട്ടെ എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ താല്പര്യമില്ല, മനസ്സ് നമ്മളെ കൺട്രോളിൽ. അപ്പം ഇന്ദ്രിയങ്ങളും ശരീരമടക്കം അവൻ്റെ കൺട്രോളിലാണ്. ഇവനാകട്ടെ ഈ ശരീരത്തെ ത്യജിക്കാൻ വേണ്ടി നിൽക്കുന്നവനുമാണ്. 50 പറയുന്നതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്. അജ്ഞാനികളായ മനുഷ്യർ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്നു. അപ്പം ഞാനെന്ന ചിന്തയുണ്ടാകുമ്പോൾ എൻ്റെ പുത്രന്മാർ, മക്കൾ, എൻ്റെ ശത്രു, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഉണ്ടാകും. അപ്പോഴാണ് എൻ്റെ എന്നും മറ്റേത് വേറെ എന്നുമുള്ള ചിന്ത ഉണ്ടാകുന്നത്. അതെല്ലാം ഒരുതരം ഭ്രമമാണ്. അതിൻ്റെ ഫലമായിട്ട് സംസാരത്തിൽ ചുറ്റിക്കറങ്ങുന്നു. നമ്മളെപ്പോഴും ഈ സംസാരത്തിൽ ജീവിക്കുന്നത് ഞാൻ എന്ന ചിന്തയുണ്ടാകുമ്പോൾ എൻ്റെ ആൾ, അത് നിൻ്റെ ആൾ, മറ്റേത്, ഇത്തരത്തിലാണ് സംസാരത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ബന്ധങ്ങളിലാകപ്പെട്ടുകൊണ്ട് പോകുന്നത്. ഇത് പലയിടത്തും പറഞ്ഞ കാര്യമാണ്. ഇനി 51 എന്താണ് പറയുന്നത് നോക്കാം. മനുഷ്യൻ്റെ സുഖദുഃഖങ്ങൾക്ക്, നമുക്കുണ്ടാകുന്ന സുഖങ്ങളും ദുഃഖങ്ങൾക്കും ആത്മാവിന് കർത്തൃത്വവും ആത്മാവിൻ്റെ കർമ്മം കൊണ്ടൊന്നുമല്ല സംഭവിക്കുന്നത്. നമ്മളിലുള്ള ആത്മാവിന് കർമ്മമൊന്നും ചെയ്യുന്നില്ല. കർമ്മം ചെയ്യുന്ന എന്താണ്? ശരീരമാണ്. മനസ്സ് പ്രേരിപ്പിക്കുന്നു, ശരീരം കർമ്മം ചെയ്യുന്നു. അല്ലാതെ ആത്മാവിന് അതുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ശരീരത്തിനാണ് ഈ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം ഈ ശരീരമാണ്. അപ്പം നമ്മൾ നാവ് കടിച്ചു പോയാൽ നമ്മൾ ആരെയും കുറ്റം പറയുക? നാവ് പല്ലുകൊണ്ട് അറിയാതെ കടിച്ചു പോയാൽ, നമ്മളെ നാവ് നമ്മളെ പല്ലുകൊണ്ട് കടിച്ചു പോയാൽ നമ്മൾ ആരാണ് കുറ്റം പറയുക? ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മളെ ശരീരമാണ്. നമ്മുടെ ശരീരം തന്നെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ
ശരീരത്തെ കുറ്റം പറയുന്നതിന് അർത്ഥമുണ്ടോ? വേറെ ആരെയും കുറ്റം പറയുന്നതിന് അർത്ഥമില്ല. എൻ്റെ ശരീരത്തെ എങ്ങനെ ഞാൻ കുറ്റം പറയുക? ഞാനെന്നത് ഈ ശരീരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ. ഇനി 52 നമ്മൾ ദുരിതങ്ങൾക്ക് കാരണം ഇന്ദ്രിയങ്ങളാണെന്ന് വിചാരിച്ചോളൂ. ഇന്ദ്രിയങ്ങളും അവയുടെ അടിസ്ഥാന ദേവതകളുമാണ് നമ്മളെ ദുരിതത്തിന് കാരണമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിന് ആത്മാവുമായിട്ട് ബന്ധമൊന്നും ഇല്ല. അപ്പം കുറ്റപ്പെടുത്തേണ്ട ഇന്ദ്രിയങ്ങളെ തന്നെയാണ്, അല്ലാതെ ആത്മാവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പറഞ്ഞുകൊണ്ട് വരുന്നത് ആത്മാവാണ് ഞാനായി മാറുന്നത്. എന്നാൽ ആത്മാവിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ദേവതകളാണ് അതിന് കുറ്റക്കാരൻ. ഇപ്പം കണ്ണിന് എന്തൊക്കെ ദോഷമുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനാരാണ്? കണ്ണിൻ്റെ അധിപനായ ഗ്രഹം തന്നെയാണ്, സൂര്യനാണ്. സൂര്യൻ തന്നെയാണ് കണ്ണ്. അപ്പം നമ്മൾ ആരോടാണ് കുറ്റം പറയേണ്ടത്? ആത്മാവിനെ കുറ്റം പറയാൻ പറ്റില്ല. വേണ്ടിക്ക് ഇന്ദ്രിയങ്ങളുടെ അധിപനെ കുറ്റം വേണ്ടിക്ക് പറയാം. ഒരു അവയവം കുറ്റം ചെയ്യുകയാണെങ്കിൽ മനുഷ്യരാരോടാണ് കുറ്റം പറയുക? എൻ്റെ കൈ അറിയാതെ ഇപ്പം നമ്മൾ വല്ലതും കടിച്ച് മാന്തിയാണെന്ന് വെച്ചോളൂ, അറിയാതെ തൂല് പോയി, ആരെയും കുറ്റം പറയും? ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതുപോലെ ഇന്ദ്രിയങ്ങൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി, അല്ലാതെ അതിന് ആത്മാവുമായിട്ട് ബന്ധമില്ല. സ്വന്തം ആത്മാവ് തന്നെ, ജീവാത്മാവാണല്ലോ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. ജീവാത്മാവ് സുഖദുഃഖങ്ങൾക്ക് കാരണമായാൽ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവാത്മാവ് തന്നെയാണ് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. ജീവാത്മാവ് തന്നെയാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം. അതിന് വേറെ ആളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മളിലെ അവയവങ്ങൾ തന്നെയാണ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് പുറത്തന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ആ ആത്മാവല്ലാതെ വേറെ വസ്തുവൊന്നും അവിടെ ഇല്ല. ആത്മാവാണ്, നമ്മുടെ ജീവാത്മാവാണ് നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് എന്തെല്ലോ ചെയ്യിപ്പിക്കുന്നത്. എങ്കിലും സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു. എങ്കിൽ ഈ സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മുടെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് വേറെ ഒന്നിനെയും പുറത്ത് പറയാനില്ല കുറ്റം. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഒന്നിക്കൽ ഇന്ദ്രിയങ്ങളാണ് കുറ്റക്കാർ. ഇന്ദ്രിയങ്ങളല്ലേ അതിൻ്റെ പിന്നിലുള്ള ദേവതകൾ, അതിനെ ആക്ട് ചെയ്യുന്ന ശക്തിവിശേഷങ്ങൾ, ഇന്ദ്രിയങ്ങളെ വർക്ക് ചെയ്യുന്ന ശക്തിവിശേഷം. അത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇനി ആത്മാവ് തന്നെയാണ് കുറ്റക്കാരനെങ്കിൽ നമ്മളെ ആത്മാവ് തന്നെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരാത്മാവിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നും ഇല്ല. ആരോടാണ് ദേഷ്യപ്പെടുക? സൂര്യൻ മുതലായ ഗ്രഹങ്ങളാണ് ദുഃഖകാരണമെന്ന് പറയുകയാണെങ്കിൽ ആത്മാവിൽ അതിൽ കാര്യമൊന്നുമില്ല. സൂര്യാദി ഗ്രഹങ്ങൾ 12 രാശികളിൽ നിന്നിട്ട് നമുക്ക് കുറ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ജ്യോതിഷപ്പർ പറയും ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനും ഈ ആത്മാവിനുമായിട്ട് ബന്ധം ഇല്ല. അത് ഗ്രഹങ്ങൾക്ക് വേണ്ടി, ആകാശത്തിലുള്ള ഗ്രഹങ്ങളെ കുറ്റം പറയാം, അല്ലാതെ ആത്മാവിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത് ആത്മാവിന് വേറെ കുറ്റമൊന്നുമില്ല.
നമ്മളെ ശരീരങ്ങളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വിഷയങ്ങൾക്കാണ് കുറ്റം കിടക്കുന്നത്. ഇനി കർമ്മം സുഖദുഃഖങ്ങൾക്ക് കാരണമാകും. നമ്മുടെ കർമ്മങ്ങളാണ് സുഖദുഃഖങ്ങൾ. നേരത്തെ ഇങ്ങനെ പറഞ്ഞെന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. ചിലവർ പറയും കർമ്മഫലമാണെന്ന്. കർമ്മം സുഖദുഃഖങ്ങൾക്ക് കാരണമെങ്കിൽ അതിൽ ആത്മാവിന് കാര്യമില്ല. കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ശരീരവും മനസ്സും കൂടിയിട്ടാണ്, അല്ലാതെ ആത്മാവിന് അതിൽ കാര്യമില്ല. മനസ്സും ശരീരവും കൂടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. കാരണം കർമ്മം ചെയ്യണ്ടെങ്കിൽ അതിന് ജഡത്വവും അജഡവും ഉണ്ടായിരിക്കണം. നമ്മളൊരു കർമ്മം ചെയ്യണ്ടെങ്കിൽ വെറും ശരീരമുണ്ടായാൽ മാത്രം പോരാ. അതിന് അജഡമായ, ശരീരം ജഡമാണ്, അജഡമായ ഒരു ശക്തിവിശേഷം ഉള്ളിൽ നിന്നൊരു പ്രേരിപ്പിക്കുന്നുണ്ട് കർമ്മം ചെയ്യുക. ശരീരവും അജഡമായ ഒരു ശക്തിവിശേഷം കൂടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരീരത്തെ കുറ്റം പറ്റില്ല. ശരീരം മാത്രമാണെങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റില്ല. അപ്പം ശരീരത്തെ കുറ്റം പറ്റില്ല. ശരീരത്തിന് എന്തില്ല? അജഡമായ ആ ചേതനയില്ല. ഇനി ആത്മാവാണ് കുറ്റം ചെയ്യാമെന്ന് പറയണ്ടെങ്കിൽ ആത്മാവിനെന്തില്ല? ശരീരമില്ല. ആത്മാവ് മാത്രം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരീരമില്ലാതെ. പക്ഷെ ആ കർമ്മം നടക്കണമെങ്കിൽ ഈ രണ്ടും ഉള്ളതായിരിക്കണം. അപ്പം ശരീരം എന്ന് പറയാൻ പറ്റില്ല, കാരണം ശരീരത്തിന് അജഡമായ ചൈതന്യമില്ല. ആത്മാവെന്നും പറയാൻ പറ്റില്ല, ആത്മാവിന് ശരീരമില്ല. ഇനി കാലമാണ് കാരണം. 56 കാലമാണ് കാരണമെങ്കിൽ ആത്മാവിന് അതിന് പങ്കൊന്നുമില്ല. കാരണം ജീവാത്മാവ് ബ്രഹ്മത്തിൻ്റെ അംശമാണ്. കാലം എന്താണ്? ബ്രഹ്മം തന്നെ ആണ്. ജീവാത്മാവ് ബ്രഹ്മത്തിൻ്റെ അംശമാണ്. ബ്രഹ്മം തന്നെയാണ് കാലത്തിനും കാരണം. അപ്പം എല്ലാം പുറമേ ഒരാളോട് കുറ്റം പറയാനൊന്നും ഇല്ല. ആ ബ്രഹ്മം തന്നെയാണ് കാലം, ആ ബ്രഹ്മം തന്നെയാണ് ആത്മാവ്. അപ്പം ആത്മാവിൻ്റെ ഒരംശമാണ്, അല്ല ബ്രഹ്മത്തിൻ്റെ ഒരംശമാണ് ആത്മാവ്. ബ്രഹ്മത്തിൻ്റെ ഒരംശം തന്നെയാണ് കാലം. അപ്പോൾ അവ തമ്മിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ചൂട് രശ്മികൾക്ക് ഏൽക്കുന്നില്ല, അഗ്നിയുടെ ചൂട് അതിൻ്റെ രശ്മിക്ക് ഏൽക്കുന്നില്ല, അല്ലെ അതിൻ്റെ ജ്വാലക്ക് ഏൽക്കുന്നില്ല. ജ്വാലക്കതൊരു വിഷയമല്ല. അഗ്നിയുടെ ചൂട് ജ്വാലക്ക് ഒരു വിഷയമല്ല. കാരണം രണ്ടും ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. അതുപോലെ മഞ്ഞിൻ്റെ തണുപ്പ് ആ മഞ്ഞ് കണങ്ങൾക്ക് ഏറ്റുന്നില്ല. മഞ്ഞും മഞ്ഞിൻ്റെ കണങ്ങൾക്ക് തണുപ്പൊന്നുമില്ല. ആ മഞ്ഞിന് ഉള്ള തണുപ്പ് ആ കണങ്ങളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് അവർക്ക് തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ആത്മാവ് തന്നെയാണ് നമ്മളെ ആ ബ്രഹ്മത്തിൻ്റെ ഒരംശം. ഇപ്പം രണ്ടും റിലേറ്റഡാണ്. ആ ബ്രഹ്മം തന്നെയാണ് കാലമായി ആക്ട് ചെയ്യുന്നത്, അത് റിലേറ്റഡാണ്. അപ്പം അവർ തമ്മിലൊരു വ്യത്യാസങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി 57 ഇല്ലാത്ത സംസാരത്തെ, ഈ ലോകത്തെ ഉള്ളതായി തോന്നിക്കുന്ന അഹങ്കാരം, നമ്മിലുള്ള ഞാനെന്ന അഹങ്കാരമാണ് ഇല്ലാതെ ഈ സംസാരത്തെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. ഞാനെന്ന അഹങ്കാരം നിൽക്കുമ്പോൾ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണാൻ പറ്റും.
ബ്രഹ്മമാണ് എല്ലാമായി മാറിയത് ഈ സംസാരമായിട്ട്. പക്ഷെ അത് വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നത് ഞാനെന്ന ചിന്തയുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇല്ലാത്ത സംസാരം ഈ ലോകത്തിന് ഉള്ളതായി തോന്നുന്നത് ഞാനെന്ന അഹങ്കാരമാണ്. അതുപോലെ പ്രകൃതിക്കും പ്രകൃതിയുടെ അറ്റമായ ആ പരമാത്മാവിനും സുഖദുഃഖങ്ങളോട് ബന്ധമില്ല. പ്രകൃതി എന്ത് തന്നെയാണ്? ആ പരമാത്മാവിൻ്റെ തന്നെ ഒരു ദ്വയമാണ്. അതോട് ചേർന്നേ അത് ഒന്നിച്ചേ പോവുകയുള്ളൂ. അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിന് സുഖദുഃഖങ്ങൾ ഇല്ല, സുഖദുഃഖങ്ങളോട് ബന്ധമില്ല. ഇതറിയപ്പെടുന്നവൻ ഈ ഭൂതങ്ങളെയൊന്നും ഭയപ്പെടുന്നില്ല. ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ആത്മീയ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഇനി 58 അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഋഷികൾ വേദങ്ങളിലൂടെ ഉപദേശിച്ചിരുന്ന ഈ തത്വങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മോക്ഷം നേടുവാനായിട്ട് ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദങ്ങളെ പ്രാപിച്ചുകൊണ്ട് ഈ സംസാര ദുഃഖത്തെ ഞാൻ മറികടക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഏതിലെത്തി? ഞാൻ ആരോടും കുറ്റം പറയേണ്ട കാര്യമൊന്നും, ഇതിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇതുവരെ പറഞ്ഞതിൽ നിന്നും നമ്മൾ യഥാർത്ഥത്തിൽ ഞാനെന്നത് ഈ ആത്മാവാണ്. ആത്മാവിന് സുഖദുഃഖങ്ങളൊന്നും ഇല്ല. ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം ഈ ശരീരവുമായിട്ട് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം തന്നെ ഗ്രഹങ്ങൾ നമ്മളെ ശരീരത്തെയാണ് സ്വാധീനിക്കുന്നത്, ആത്മാവിനെയല്ല. പക്ഷേ ഈ ശരീരത്തിൻ്റെ എല്ലാം കൺട്രോൾ ആരാണ് വരുന്നത്? മനസ്സിലാണ് വരുന്നത്. ശരീരത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ, ഇപ്പം മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തെ, മനസ്സിനെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ആ അറ്റാക്കൊന്നും യഥാർത്ഥത്തിൽ ഞാനെന്ന ഒരു വ്യക്തിക്കല്ല. ഞാനെന്ന വ്യക്തി എൻ്റെ ആത്മാവാണ്. ആ ആത്മാവിന് അതൊന്നും വീശുന്നില്ല. ഞാൻ ആത്മാവാണ്. ശരീരത്തിനാണ് അവരെല്ലാം ചെയ്യുന്നത്, ശത്രുക്കളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനാണ്. ശരീരം ഞാനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആത്മാവ് ഇതിലൊന്നും ബന്ധപ്പെടുന്നില്ല. ശരീരം ഞാനായിട്ട് എടുക്കുമ്പോഴാണ് ഈ കുഴപ്പം മുഴുവൻ, മറ്റുള്ളവരെ പരിഹസിക്കുന്നതല്ല യേശുന്നത്. പക്ഷെ ഞാൻ ആത്മാവെന്ന സത്വം ഉൾക്കൊണ്ടാൽ അത് ഉൾക്കൊണ്ടെങ്കിൽ മനസ്സിലൂട്ടിയേ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാ അവയവങ്ങളും ഇന്ദ്രിയങ്ങളുടെ എല്ലാം കൺട്രോള് നമ്മുടെ ഉള്ളിലുള്ള മനസ്സിന് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചിട്ട് ശ്രീകൃഷ്ണപാദത്തിൽ അർപ്പിക്കുക. പിന്നെ ശരീരത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവനെ അത് എഫക്റ്റ് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് സന്യാസിയാകുമ്പോൾ അവനെ ആരെന്ത് പറഞ്ഞാലും അവനത് ഗൗനിക്കില്ല. കാരണം അവനാ ശരീരമല്ല. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്, ആരെന്ത് ചെയ്താലും അനുഭവിക്കുന്നതിന് കാരണം നമ്മളെ ശരീരമാണ്. ശരീരത്തെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന, ശരീരത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മനസ്സും അനുഭവിക്കേണ്ടതായി വരും. നേരെ മറിച്ച്
ശരീരത്തെ മുഴുവൻ ത്യജിച്ചിട്ട് മനസ്സ് മാത്രമാകുന്ന ഒരവസ്ഥയിലെത്തി മനസ്സിനെ ഈശ്വരനിൽ അർപ്പിച്ചാൽ പിന്നെ ശരീരത്തിൽ ആരെന്ത് ചെയ്താലും ആ ഞാനെന്ന ആത്മാവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആത്മാവാണ്. ആ സത്യം മനസ്സിലാക്കാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ മനസ്സ് ശരീരത്തിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കഷ്ടപ്പാട് ഉണ്ടാകുന്നത്. അത് മാറ്റേണ്ടിക്ക് എന്തേ ഉള്ളൂ? ബ്രഹ്മസാക്ഷാത്കാരമേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഞാനെന്ന ഈ ശരീരം കൊണ്ട് ആളെന്തെല്ലാം കാട്ടിക്കൂട്ടിയാൽ അതെല്ലാം സഹിച്ചു കൊണ്ടിരിക്കാനേ പറ്റും. അതിൽ നിന്ന് മോചനം ഇല്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ സത്ത. അപ്പം 59 ശ്രീകൃഷ്ണൻ പറയുകയാണ്, ആ സമ്പത്ത് നശിച്ച സമ്പത്തുകളെല്ലാം ഇവൻ്റെ നശിച്ചു. അസത്തുക്കൾ ഹിംസിക്കപ്പെട്ടു. അസത്തുക്കൾ അവനെ പലതരം ദ്രോഹങ്ങൾ ചെയ്തു. ആ അസത്തുക്കളാൽ ഹിംസിക്കപ്പെട്ട് അവൻ ക്ഷീണമില്ലാതായി അവന് വിരക്തി വന്ന് പിന്നെ അവൻ്റെ മനസ്സിനെന്തില്ല? ക്ഷീണമില്ല. അവന് വിരക്തി വന്ന് സന്യാസിയായി തൻ്റെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ, വേദങ്ങൾ പറയുന്ന ധർമ്മം എന്താണ്? മനസ്സിനെ ശ്രീഹരിയിൽ അർപ്പിക്കുക. ആ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ആ മുനി ഭൂമിയിൽ ഈ ഗീതാഗാനം ചൊല്ലിക്കൊണ്ട് സഞ്ചരിച്ചു. അപ്പം അവൻ മനസ്സിനെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ഈ തത്വങ്ങൾ പാടിക്കൊണ്ട് ഭൂമിയിലൂടെ ഇങ്ങനെ അലയാൻ തുടങ്ങിയ ഒരു ഭ്രാന്തനം പോലെ. ആരെന്ത് ശരീരത്തിൽ ചെയ്താലും അവനെ അത് അപ്പോൾ ഏൽക്കില്ല. എൻ്റെ 60 പറയുന്നു, മനുഷ്യൻ്റെ സുഖ ദുഃഖങ്ങൾക്ക് കാരണം മനസ്സല്ലാതെ വേറെ ഒന്നുമില്ല. സ്നേഹിതൻ, ഉദാസീനൻ, ശത്രു, സംസാരം എല്ലാം അജ്ഞാനിയുടെ മനസ്സിൻ്റെ ഭ്രമമാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം മനസ്സിൻ്റെ ഭ്രമമാണ്. അല്ലാതെ പുറമേ ഒന്നും തന്നെയില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം കാരണം ഈ മനസ്സാണ്. അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. മനസ്സാണ് ഇതിനെല്ലാം പിന്നിലുള്ള ശക്തിവിശേഷം. 61 ഉദ്ധവർ പറയാണ്, അതുകൊണ്ട് ഉദ്ധവരോട് പറയുകയാണ്, ആയതുകൊണ്ട് എന്നിൽ ദൃഢമായ ഭക്തി അർപ്പിച്ച് മനസ്സിനെ നിഗ്രഹിച്ച് എന്നിൽ അർപ്പിക്കുന്നതാണ് യഥാർത്ഥ യോഗതത്വം. അപ്പം യഥാർത്ഥ യോഗം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് വേണം? എന്നിൽ വിശ്വാസം അർപ്പിക്കുക. ശ്രീഹരിയിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് മനസ്സിനെ നിഗ്രഹിച്ചിടും. മനസ്സിനെ നിഗ്രഹിക്കണം. മനസ്സാണ് കൊണ്ട് എല്ലാ അവയവങ്ങളെയും നിയന്ത്രിച്ചതിൻ്റെ ശേഷം മനസ്സിനെ നിഗ്രഹിച്ച് എവിടെ കൊണ്ട് ചേർക്കണം? ശ്രീഹരിയിൽ കൊണ്ട് ചേർക്കണം. പിന്നെ മനസ്സിനും പ്രയാസം ഉണ്ടാവില്ല. മനസ്സാണല്ലോ കാരണക്കാരൻ. ഇതാണ് യഥാർത്ഥ യോഗതത്വം. നമ്മുടെ മനസ്സിനെ ബ്രഹ്മത്തിൽ നിഗ്രഹിച്ച് ബ്രഹ്മത്തിൽ കൊണ്ട് ചേർക്കുക. ഇനി 62 ഏതൊരാൾ ഈ ഭിക്ഷുവാൽ ഗാനം ചെയ്യപ്പെട്ട ഈ ബ്രഹ്മനിഷ്ഠയെ ശ്രദ്ധയോടെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഒരാൾ ഈ ഭിക്ഷു പറഞ്ഞു തന്ന ഈ ഗാനം ശ്രവിച്ചുകൊണ്ടും അന്യരെ കേൾപ്പിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും സ്വയം കേട്ടുകൊണ്ടും നീങ്ങുന്നുവോ അവന് സുഖം, ദുഃഖം, വിശപ്പ്, ദാഹം മുതലായ ദ്വന്ദ്ങ്ങൾ അവനെ പീഡിപ്പിക്കുകയില്ല. ചുരുക്കത്തിൽ
മനസ്സ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ കീഴടക്കി മനസ്സുകൊണ്ട് കീഴടക്കിയിട്ട് മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചാൽ അതാണ് ശരിയായ സന്യാസി. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്ക് ശരീരമായിട്ടുള്ള ശരീരത്തിൽ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ചീത്ത പറയുകയോ തല്ലുകയോ തലയിൽ തുപ്പുകയോ എന്ത് ചെയ്താലും അവനെ അത് എഫക്റ്റ് ചെയ്യുകയില്ല. കാരണം അവൻ ശരീരത്തെ ഉപേക്ഷിച്ചു. അപ്പം ആർക്കേ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ പറ്റുള്ളൂ? ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നീങ്ങി ആ അവസ്ഥയിലെത്തുന്നവന്. അല്ലാത്തവരെല്ലാം ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം സഹിച്ച് അതിനെ നേരിട്ട് കൊള്ളുക, അല്ല വേറെ വഴിയൊന്നും ഇല്ല.